ാണ് ഞാൻ എറണാകുളം ജില്ലയിലാണ് വാഴക്കുളം സ്ഥലത്ത് ജനിച്ചു വളർന്നത്. എന്നാൽ ഇപ്പോൾ ഞാൻ തൃശ്ശൂർ മണ്ണൂത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ആയിരിക്കുന്നത്. അവിടെ വീട് പണിത് അവിടെ താമസിക്കുകയാണ്. ഞാൻ IPC സഭയുമായി ബന്ധപ്പെട്ടാണ് ശുശ്രൂഷ ബന്ധത്തിലായിരിക്കുന്നത്. കഴിഞ്ഞ ഏകദേശം 33 വർഷമായിട്ട് IPCയുടെ സഭയുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷയിലായിരിക്കുന്നു. ആദ്യം ഞാൻ തിരുവല്ലയിലായിരുന്നു, അതിനുശേഷം പാലക്കാട് കുറേ നാളുണ്ടായിരുന്നു. ഇപ്പോൾ തൃശ്ശൂർ വന്നിട്ട് ഒരു 20 വർഷം തൃശ്ശൂർ വന്നിട്ടായി. ഞാൻ 2015 ആദ്യമായിട്ട് കടന്നു വന്നത്. ദൈവാസനക്കാരി ഓർപ്പിച്ചു. അതിനുശേഷം 2019 ഞാൻ വന്നിട്ടുണ്ട്. 2015 വന്ന് പാസ്റ്റൊക്കെ ആദ്യമായിട്ടാണ് കണ്ടത്. അന്ന് മുതൽ ഇന്നുവരെയും ആത്മബന്ധത്തിൽ നിലനിൽപ്പാനൊക്കെ അവസരം ഒരുക്കി. ദൈവാസനം ഓർപ്പിച്ചതുപോലെ അവരെ അമ്മ ഞാൻ വരുമ്പോൾ ഉണ്ട്. പലരും വന്ന അമ്മയ്ക്കോട് സുവിശേഷമൊക്കെ പറഞ്ഞെങ്കിൽ അമ്മയ്ക്ക് അതൊന്നെല്ലാം ഇങ്ങനെ ഒഴിഞ്ഞു പോകുമായിരുന്നു. എന്തോ അറിയില്ല, ഞാൻ വന്നൊരു 10 മിനിറ്റ് സംസാരിച്ചപ്പോൾ അമ്മച്ചി സ്നാനപ്പെടാൻ സംഭവിച്ചു. അങ്ങനെ അമ്മ തന്നെ അമ്മച്ചിനെ സ്നാനപ്പെടുത്തി. അങ്ങനെ ഒരു ബന്ധം എനിക്ക് ഇതുമായിട്ടുണ്ട്. വീണ്ടും നിങ്ങളെയൊക്കെ ഒന്ന് കാണുവാൻ കർത്താവുന്ന അവസരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഞാൻ കൂടുതൽ തിരുവഴുത്തിൽ നിന്ന് കൂടുതൽ സമയം സംസാരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. നിങ്ങളോട് ദൈവാലോചനകളും പറയാം. ഒരു 1 hour ഇനി തുടർന്നുള്ള സമയമുണ്ട്. പാസ്റ്റർ വന്നിട്ടുണ്ട്, അത്രയും സമയം എടുക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസം ആയിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് മനുഷ്യരോട് സംസാരിക്കാനുള്ള മീഡിയയാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ സ്വഭാവം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തിരുവഴുത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമുക്ക് ഒത്തിരി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളുടെ മക്കൾ അവ നൽകുന്ന ദാനമാണ്. കുതിരപോലെ അവ നൽകുന്ന പ്രതിഫലം. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയാകുന്നു അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് ആവനായിട്ട് നിരക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുകയില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കരുത്. നിങ്ങൾ നോക്കിയിരിക്കും. കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾ നടന്നിട്ടുണ്ട്. ദൈവം നമ്മൾ ആലോന്നൊക്കെ പറഞ്ഞു. ഇനി നിങ്ങളുടെ ശ്രദ്ധിക്കണം. അവരത് നടന്നോട്ടെ. നിങ്ങളവരെ പുതുക്കാനും അത് മറ്റു രീതിയിൽ കീഴ്പ്പെടുത്താനും ശ്രമിക്കുക. വെള്ളം ഉണ്ടാക്കരുത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസണ്ടായിരിക്കാം. ഞാൻ ഈ തിരുവഴുത്ത് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നതോടെ ഇടയ്ക്ക് ഞാൻ ചോദ്യം ചോദിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരുന്നോളാം. അല്ലെങ്കിൽ ഞാൻ എന്നോട് ചോദിച്ചെന്നെ നാണം കെട്ടിയെന്ന് പറഞ്ഞേക്കരുത്. ഞാൻ ചോദിക്കും. അതെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അറിയാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ ഈ മീറ്റിങ്ങിൽ ഒന്ന് ഉറങ്ങുന്നവരെയൊന്നും ഞാൻ ശല്യം ചെയ്തിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് സമാധാനം ഉണ്ടെങ്കിൽ ഉറക്കം വരുന്നത്. ഒരുപക്ഷെ വീട്ടിൽ സമാധാനം കാണില്ല, ദൈവത്തിന് അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ശല്യം ചെയ്യുന്ന ഒരാളല്ല. ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ആര് സംസാരിച്ചാലും തിരുവഴുത്ത് പറയുന്നത് അവൻ അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ അവന്റെ വാ ദൈവത്തിന്റെ വാ പോലെയാകുമെന്ന്. അതിന്റെ അർത്ഥം ദൈവം അവന്റെ നാവിനെ കടമെടുക്കുകയാണ്. അതാണ് ഇരമ്യാ പ്രവചനം 1:12 നമ്മൾ വായിക്കുന്നത്. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനങ്ങൾ അത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം എന്റെ ആത്മാവ് അതിന്മേൽ വ്യാപരിക്കുമെന്നാണ്. വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവ് കോഴി മുട്ടയുടെ മേൽ കോഴി പൊരുന്നതിനെ വിരിയിക്കുന്നത് പോലെ നമ്മൾ സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനം, ദൈവാത്മാവ് അതിന്മേൽ പൊരുന്നിരുന്ന് എന്ത് ചെയ്യുക, വിരിയിക്കുകയാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. തിരുവഴുത്ത് ഒന്ന് വായിച്ച് നമുക്ക് മുൻപോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് മത്തായിയുടെ സുവിശേഷം എടുത്താട്ടെ. അതിന്റെ 1-ാം അധ്യായം നമുക്ക് എടുക്കാം. അതിന്റെ 5-ാമത്തെ തിരുവഴുത്ത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ. വിളിക്കുകയാണ്, അങ്ങനെ വായിക്കണം. നമ്മള് തിരുവഴുത്ത് സംസാരിക്കുമ്പോൾ അതുപോലെ നന്നായി പവർഫുൾ ആയിട്ട് വായിക്കുമ്പോൾ നമുക്ക് ശുശ്രൂഷ അത് അനുഗ്രഹിക്കപ്പെടുള്ളൂ. ഇവിടെ നമ്മൾ കേട്ട വചനം സൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു എന്നുള്ളത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യമാണ് വായിച്ചത്. മത്തായിയുടെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ വംശാവലിയെ കുറിച്ചാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ഇസ്രായേൽ ജനത്തിന്റെ വംശാവലി ഈ പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിൽ പല പുസ്തകങ്ങളിൽ യേശു ക്രിസ്തു അഥവാ ഇസ്രായേൽ ജനത്തിന്റെ വംശാവലി എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ വംശാവലി എഴുതുമ്പോൾ സ്ത്രീകളുടെ പേര് എഴുതാറില്ല, പുരുഷന്മാരുടെ പേരുകൾ മാത്രമേ എഴുതാറുള്ളൂ. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, സാറയുടെ പേരില്ല. ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, അവിടെ റിബേക്കയുടെ പേരില്ല. യാക്കോബ് ഗോത്രപിതാക്കന്മാരെ ജനിപ്പിച്ചു, ലേയയുടെ പേരില്ല, റാഹേലിന്റെ പേര് എഴുതിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവർ സ്ത്രീകളുടെ പേരുകൾ എന്ത് ചെയ്യാറില്ല, എഴുതാറില്ല, പുരുഷന്മാരുടെ പേരുകൾ മാത്രമേ എഴുതാറുള്ളൂ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ വംശാവലി നമ്മൾ പഠിക്കുമ്പോൾ ആ വംശാവലിയിൽ 5 സ്ത്രീകളുടെ പേരുകൾ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 5 സ്ത്രീകളെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ
അവരിൽ 4 സ്ത്രീകളുടെ ജീവിത പശ്ചാത്തലം പൊതുവേദിയിൽ പറയത്തക്ക മാന്യതയുള്ളതല്ല. ഒരുടഞ്ഞ പാത്രമെന്നോ പുകയുന്ന തിരിയെന്നോ ചതഞ്ഞ ഓട എന്നൊക്കെ വേദപുസ്തക ഭാഷയിൽ നമുക്ക് പറയുവാനായിട്ട് കഴിയും. അതിൽ ഒരു സ്ത്രീ അഥവാ മറിയയുടെ പേരുകൾ മാത്രം പൊതുവേദിയിൽ പറഞ്ഞാൽ കുഴപ്പമില്ലെങ്കിലും യെശയ്യാ പ്രവചനം 53:2 നമ്മൾ വായിക്കുന്നത് വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്നത് പോലെ വളരുമെന്നാണ്. എന്ന് പറഞ്ഞാൽ യെശയ്യാ പ്രവാചകൻ പ്രവചനാത്മാവിൽ മറിയുടെ ഗർഭപാത്രത്തെ ഒരു വരണ്ട നിലമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവൾ അത്രമാത്രം ദരിദ്രയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇവരെല്ലാവരെ കുറിച്ച് പ്രസംഗിക്കുകയല്ല, ഇതിൽ ഒരു സഹോദരിയെ കുറിച്ചാണ് നമ്മൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്. രാഹാബ് എന്ന് പറയുന്ന സഹോദരി. സൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. ആരാണ് ഈ രാഹാബ്? ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ യെരിഹോ എന്ന് പറയുന്ന ഒരു മതിലിന്റെ പുറംപോക്കിൽ വീട് വെച്ച് താമസിച്ചിരുന്ന ഒരു സഹോദരിയായിരുന്നു ആര്? രാഹാബ് എന്ന് പറയുന്ന ഈ സഹോദരി. ദൈവത്തിന്റെ അഥവാ ചരിത്രം പഠിക്കുമ്പോൾ ഈ രാഹാബ് അഥവാ ഈ യെരിഹോ പട്ടണം വ്യാപാര സംബന്ധമായിട്ട് വളരെ അറിയപ്പെടുന്ന ഒരു പട്ടണമായിരുന്നു. BC 1400 കാലഘട്ടങ്ങളിൽ അത് പ്രധാന വ്യാപാര പാതകളെല്ലാം ഈ യെരിഹോവിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ യെരിഹോ എന്ന് പറയുന്ന പട്ടണം 2 മതിലുകളാൽ ചുറ്റപ്പെട്ടതായിരുന്നു. അതിന്റെ പുറം മതിലിന് 6 അടി അകലവും അകം മതിലിന് 12 അടി അകലവും ഉണ്ടായിരുന്നു, വീതി ഉണ്ടായിരുന്നു. ഈ മതിലുകൾ തമ്മിൽ 15 അടി അകലമുണ്ടായിരുന്നു. ഈ മതിലിൽ രണ്ടിനും 30 അടി ഉയരമുണ്ടായിരുന്നു. ഈ 2 മതിലുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് നിരവധി ആളുകൾ പുറംപോക്കിൽ വീട് വെച്ച് താമസിക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ ആ കൂട്ടത്തിൽ പുറംപോക്കിൽ വീട് വെച്ച് 30 അടി ഉയരത്തിൽ മതിലിന്റെ മേലിൽ വീട് വെച്ച് താമസിച്ചിരുന്ന ഒരു പാപിനിയായ സഹോദരിയായിരുന്നു ആര്? രാഹാബ്. ദൈവത്തിന്റെ ന്യായപ്രമാണ പ്രകാരം 7-ാം കൽപ്പന ലംഘിച്ച് ജീവിച്ചവളായിരുന്നു. അവളെ ന്യായപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞു കൊല്ലേണ്ടവളായിരുന്നു. ഒരു ചതഞ്ഞ ഓട, പുകയുന്ന തിരി, ഉടഞ്ഞ പാത്രം എന്നൊക്കെ പറയുന്ന വ്യക്തിത്വമായിരുന്നു ഈ രാഹാബ്. എന്നാൽ ഇന്ന് രാത്രിയുടെ നമ്മുടെ ചിന്താ വിഷയം ഈ രാഹാബ് എങ്ങനെ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ വന്നു? 2 ഇവൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു? 3 ദൈവം ഇവൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഈ 3 കാര്യങ്ങളും നമ്മൾ വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് നിൽക്കത്തില്ല. എങ്കിലും ഞാൻ പറയാൻ പറ്റുന്ന സ്പീഡിൽ പറഞ്ഞ് മാക്സിമം പറഞ്ഞ് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഇവൾ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ കടന്നു വരുവാനുള്ള കാരണം രാഹാബിന് ലഭിച്ച 4 ദൈവിക വെളിപ്പാടുകളായിരുന്നു. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന കാലഘട്ടത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് കടന്നു ചെല്ലുമ്പോൾ ശത്രു രാജ്യം പിടിച്ചടക്കുന്നതിന് മുൻപ് അതിന്റെ ബലഹീന ഭാഗങ്ങളെ ശോധന ചെയ്യുവാനായിട്ട് അവർ ഒറ്റുകാരെ പറഞ്ഞയക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്ന് യോർദാൻ കടന്നതിന് ശേഷം അടുത്തതായി പിടിച്ചടക്കേണ്ട സ്ഥലമായിരുന്നു യെരിഹോ എന്ന് പറയുന്ന പട്ടണം. ആ പട്ടണത്തെ ശോധന ചെയ്യുവാനായി, അതിന്റെ ബലഹീന ഭാഗങ്ങളെ തിരിച്ചറിയുവാനായി യോശുവ 2 ഒറ്റുകാരെ പറഞ്ഞയക്കുവാനിടയായി. അങ്ങനെ കടന്നു ചെന്നപ്പോൾ ആ ഒറ്റുകാരെ അവിടുത്തെ രാജാവോ സൈന്യമോ അവിടുത്തെ നിയമമോ അവിടെയുള്ള ആളുകളെല്ലാം ഒറ്റുകാർക്കെതിരായിരുന്നു. എന്നാൽ ആ രാജ്യത്ത് അവൾ പാർത്തിരിക്കെ തന്നെ ഈ ഒറ്റുകാരെ അവൾ അവിടെ കൈക്കൊള്ളുവാനിടയായി തീർന്നു. എന്താണ് രാഹാബ് ഈ ഒറ്റുകാരെ കൈക്കൊള്ളുവാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ അവൾക്ക് ലഭിച്ച 4 ദൈവിക വെളിപ്പാടുകളായിരുന്നു. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനം ആരാണ്? അവർ ദൈവത്തിന്റെ വീര്യമുള്ള ഭുജം നേരിട്ട് കണ്ട വ്യക്തികളാണ് ഇസ്രായേൽ ജനം. അതുമാത്രമല്ല, കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിച്ച് ചോരത്തളി ആചരിച്ചവരാണ്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി ദൈവം അവർക്ക് മുൻപ് നടന്ന ജനമാണ്. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ അവർ ചെങ്കടലിൽ, അവർ വിശ്വാസത്താൽ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്ന ജനമാണ്. ശക്തന്മാരുടെ ഭോജനമാകുന്ന മന്നയെ അവർ ഭക്ഷിച്ചു. സീനായ് മലയിൽ ദൈവം ഇറങ്ങി നേരിട്ട് അവരോട് സംസാരിച്ചു. തീക്കൽ പാറയിൽ നിന്ന് അവർ വെള്ളം കുടിച്ചു. മാറയെ അവർ മധുരമാക്കി അനുഭവിച്ച ജനമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ വീര്യമുള്ള ഭുജം, ദൈവത്തിന്റെ കരുതലുകളെല്ലാം അനുഭവിച്ച ജനമായിരുന്ന ഇസ്രായേൽ ജനത്തിലെ മൂപ്പൻ ആയിരുന്ന അഥവാ യോശുവയ്ക്ക് ഈ വെളിപ്പാട് ലഭിച്ചില്ല. അവരുടെ ലീഡേഴ്സിന് ആർക്കും ഈ വെളിപ്പാട് ലഭിച്ചില്ല. അവരുടെ ആ കൂട്ടത്തിലുള്ള 2 ഒറ്റുകാർക്കും ഈ വെളിപ്പാട് ലഭിച്ചില്ല. കാരണം ഈ വെളിപ്പാട്, രാഹാബിന് ലഭിച്ച വെളിപ്പാട് അവർക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും അവർക്ക് ഒറ്റുകാരെ പറഞ്ഞയക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. കാരണം രാഹാബിന് ലഭിച്ച 4 ദൈവിക വെളിപ്പാട്. ഒന്ന്, അവളുടെ ഭവനത്തിൽ കടന്നു എന്ന് ഒറ്റുകാരെ അവൾ കൈക്കൊണ്ടിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ മക്കളുടെ കരങ്ങളിൽ ഈ യെരിഹോ പട്ടണത്തെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്.
അതാണ് അവർക്ക് ലഭിച്ച ഒന്നാമത്തെ വെളിപ്പാട്. രണ്ടാമതോട് പറയുന്നത് ഇസ്രായേൽ മക്കൾ നിമിത്തം യെരിഹോവിലുള്ള സകല ജനത്തിന്റെ മേലും ഭയം വീണിരിക്കുകയാണ്. അതാണ് അവർക്ക് ലഭിച്ച രണ്ടാമത്തെ വെളിപ്പാട്. മൂന്നാമത് രാഹാബ് പറയുന്നത് ഇസ്രായേൽ മക്കൾ നിമിത്തം യെരിഹോവിലുള്ള ജനത്തിന്റെ ശക്തി ചോർന്നു പോയിരിക്കുകയാണ്. നാലാമതോട് പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലും യഹോവയല്ലാതെ വേറെ ഒരു ദൈവമില്ല. ഈ 4 വെളിപ്പാടുകൾ യോശുവയ്ക്കോ ഇസ്രായേൽ മക്കളിൽ ആർക്കെങ്കിലുമോ മൂപ്പന്മാർക്കോ അറിഞ്ഞിരുന്നെങ്കിൽ അവരൊറ്റുകാരെ പറഞ്ഞയക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. നേരെ ചെന്ന് യുദ്ധം ചെയ്ത് പിടിച്ചാൽ മതി. എന്നാൽ അവർക്കാർക്കും അത് വെളിപ്പെട്ടില്ല. തിരുവെടുത്ത് പറയുന്നു, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ദൈവം ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയാണ്. താർക്കികനെവിടെ? ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനവും കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി ദൈവം അങ്ങനെ തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ അവന്റെ സന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കുവാൻ വേണ്ടി. അങ്ങനെയാണ് ദൈവം എന്നെ തെരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇവൾക്ക് വെളിപ്പാട് ലഭിച്ചു എന്നുള്ളതല്ല അവളെ വ്യത്യസ്തയാക്കിയത്. ഇവിടെ ഇരിക്കുന്ന നമുക്കൊക്കെ ഒന്നല്ലെങ്കിൽ വേറൊരു വെളിപ്പാടുകൾ ലഭിച്ചിട്ടുള്ളവരാണ്, ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളവരാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് വാഗ്ദത്തങ്ങൾ കേൾക്കുന്നവരല്ല ഭാഗ്യവാന്മാർ, പിന്നെ ആരാ? അതിനെ അവകാശമാക്കുന്നവരാണ്. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ വ്യത്യസ്തയാക്കിയത് ഇവക്ക് ലഭിച്ച വെളിപ്പാട് മാത്രമല്ല, ആ വെളിപ്പാടുകൾക്കനുസരിച്ച് അവൾ സ്റ്റെപ്പുകൾ വെക്കുവാനായിട്ടിടയായി. എബ്രായ ലേഖനം വായിക്കാം. അതിന്റെ 11-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വേദഭാഗം പെട്ടെന്ന് വായിച്ചാട്ടെ. അല്ല, 11-ന്റെ-31. വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോട് കൂടെ നശിക്കാതിരുന്നു. കണ്ടോ? ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ വായിക്കുന്ന എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 31-ാം വാക്യത്തിൽ പറയുകയാണ്, രാഹാബ് എന്ത് ചെയ്യുന്ന വായിക്കുന്നത്? അവർ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ടു, അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു. 2 കാര്യങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. ഒറ്റുകാരെ കൈക്കൊണ്ടുവെന്നല്ല, പിന്നെ എങ്ങനെ കൈക്കൊണ്ടുവന്ന? സമാധാനത്തോടെ കൈക്കൊണ്ടുവെന്നാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ ഈ രാജ്യത്തിന്റെ നിയമത്തിനെതിരായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ സമാധാനം എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. ഈ യെരിഹോ എന്ന് പറയുന്ന പട്ടണത്തിൽ ആ യെരിഹോവിനെ ഒറ്റുനോക്കുവാൻ കടന്നു വന്ന 2 ഒറ്റുകാരെന്ന് പറയുന്നത് യെരിഹോവിനെ നശിപ്പിക്കുവാൻ കടന്നു വരുന്ന 2 തീവ്രവാദികളാണ്. യെരിഹോവിനോടുള്ള ബന്ധത്തിൽ 2 തീവ്രവാദികളാണ്. ആ രാജ്യത്തിലെ നിയമം അവക്കെതിരായിരുന്നു, ആ രാജ്യത്തിലെ സൈന്യം എതിരായിരുന്നു, ആ രാജ്യത്തിലെ ചെറുതും വലുതുമായ സകല വ്യക്തികളും എതിരായിരിക്കെ ഒറ്റുകാരെ അവൾ സമാധാനത്തോടെ കൈക്കൊണ്ടു. ഇല്ലാതായ 2 ആളുകൾ എന്നിട്ട് പറയാണ്, ഈ രാജ്യത്തെ തകർക്കുവാൻ ഞങ്ങൾ കടന്നു വന്നതാണ്, അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ വിശ്രമിക്കാൻ സമയം തരണമെന്ന് പറഞ്ഞാൽ കയറ്റി കിടത്തു പോകും. കേൾക്കുമ്പോൾ തന്നെ ജോയിന്റിന്റെ ബലം പോകും നമ്മൾ. അങ്ങനെയല്ലേ? അങ്ങനെയാ. ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ ഒരിക്കലും ഒരു കാട്ടുറച്ചി അടുത്തുള്ളൊരു പാർട്ടി എനിക്ക് തന്നു, അടുത്തുള്ളൊരു വീട്ടുകാരൻ. ഇത് ഞാൻ മേടിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞപ്പോഴാണ് കുറെ നാൾ മുമ്പ് പേപ്പറിൽ വായിച്ച കാര്യം ഇങ്ങനെ എന്റെ ഓർമ്മയിൽ വന്നത്. എന്നറിയോ? അത് വേവിച്ച് കഴിഞ്ഞപ്പോ ചട്ടി തലയിൽ വെച്ചിട്ട് അവരെ ഇടിച്ച് ജാമ്യം കൊടുക്കാതെ പോലീസുകാർ കൊണ്ടുപോകണം. ജാമ്യം കിട്ടത്തില്ല വെച്ച് കഴിഞ്ഞാൽ. പെട്ടെന്ന് എനിക്ക് ബോധം വന്നത്, ഓർമ്മ വന്നപ്പോൾ വീട്ടിലൊരു ഡെഡ് ബോഡി ഇരിക്കുന്നതെങ്കിൽ തോന്നി. എന്റെ ജോയിന്റിന്റെ ബലം പോയി. ഞാൻ എന്നിട്ട് ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു സഹോദരൻ അത് കൊടുത്തൊഴിവാക്കിയ ശേഷം എനിക്ക് സമാധാനം ഉണ്ടായി. നമ്മൾ ലീഗലല്ലാതെ ഇവിടെ വാഹനം ഓടിച്ചോണ്ട് പോകാതിരിക്കട്ടെ. എന്റെ കയ്യിൽ കൊടുത്തില്ല, ഞാൻ മേടിച്ചില്ല. അപ്പോ അതൊക്കെ നമ്മള് പാസ്റ്ററല്ലേ, ഞാൻ ഒരു സഹോദരനല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞത് കൊടുത്തൊഴിവാക്കിയതിന് ശേഷമാണ് എനിക്ക് സമാധാനം ഉണ്ടായത്. പറഞ്ഞു വന്നത്, നിയമപരമല്ലാത്ത ഒരു കാര്യം ഒരു രാജ്യം മുഴുവൻ എതിരായിരിക്കെ, അവിടുത്തെ രാജാവും സൈന്യവും എതിരായിരിക്കെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൾ ഒറ്റുകാരെ കൈക്കൊണ്ടുവെന്നല്ല, ദൈവാത്മാവ് പറയുന്നത് സമാധാനത്തോടെ കൈക്കൊണ്ടു. എവിടെ നിന്നാണ് ഇവൾക്ക് ലഭിച്ച സമാധാനം? അതിന്റെ അർത്ഥം അവൾ ദൈവവചനത്തിൽ വിശ്വസിച്ചു, ദൈവിക വെളിപ്പാടുകളിൽ വിശ്വസിച്ചു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവൾക്ക് കൊടുത്ത വെളിപ്പാടുകളിൽ അവൾ പൂർണ്ണമായി ആശ്രയിച്ചു. ഇന്ന് പകല്, നമ്മൾ പകലാണ്, രാത്രിയാണെങ്കിലും പകലെന്നാണ് പറയുന്നത്, വെട്ടമുള്ളത് കൊണ്ടാണ്. പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം,
ഈ വചനം അഥവാ അവൾ വിശ്വസിച്ചത് കൊണ്ടാണ് അവളുടെ ജീവിതത്തിൽ നദി പോലുള്ള സമാധാനത്താൽ അവൾ നിറയുവാനിടയായി. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. ദാവീദ് പറയുകയാണ്, ഒരു സൈന്യം എനിക്കെതിരെ പാളയമിറങ്ങിയാലും എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായി വസിക്കും, കാരണം യഹോവ എന്റെ വശത്തുണ്ടെന്നുള്ളതാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ അവൻ എന്നേക്കും നിൽക്കുന്ന സീയോൻ പർവ്വതം പോലെയാകുമെന്നാണ്. തിരുവഴുത്ത് ഇങ്ങനെ പറയുന്നു, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിന്റെ ഇരച്ചിൽ അഥവാ കോപം കൊണ്ടത് കലങ്ങി മറിഞ്ഞാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, ഭയപ്പെടുകയില്ല, യഹോവ എന്റെ പക്ഷത്തുണ്ട്. അതിന്റെ അർത്ഥം ദൈവിക വെളിപ്പാടുകളിൽ വിശ്വസിച്ചവൾ, ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ചവൾ, അവളുടെ ജീവിതത്തിൽ നദി പോലുള്ള സമാധാനത്താൽ നിറയുവാനിടയായി. അവൾ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ടു. ഇന്ന് പകൽ ഓർക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് സമാധാനം നഷ്ടപ്പെടുന്നത്? നമ്മൾ വചനത്തിൽ ആശ്രയിക്കാത്തത് കൊണ്ടാണ്, ദൈവിക വെളിപ്പാടുകളിൽ ആശ്രയിക്കാത്തത് കൊണ്ടാണ്, ദൈവാത്മാവിന് വിധേയപ്പെടാത്തത് കൊണ്ടാണ്. ദൈവവചനത്തിൽ വിശ്വസിക്കുകയും ദൈവാത്മാവിന് വിധേയപ്പെടുകയും വെളിപ്പാടുകളിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധിയിലും അവൻ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുവാനിടയാകും. അവനിൽ ദൈവം നദി പോലെ സമാധാനത്താൽ നിറയ്ക്കുവാനായിട്ടിടയായിത്തീരും. അത് മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്ന മറ്റൊരു പദമുണ്ട്, അവിശ്വാസികളോടുകൂടെ എന്ത് ചെയ്തു? നശിക്കാതിരുന്നു. അതിന്റെ അർത്ഥം യെരിഹോവിലുള്ള രാജാവും സൈന്യത്തോടെയുള്ള സകല ആളുകളും ദൈവത്തെ അറിഞ്ഞവരാണ്. ഇസ്രായേൽ ജനം മിസ്രൈമിൽ ചെയ്ത കാര്യങ്ങൾ, ഇസ്രായേലിന്റെ ജനം ചെയ്ത കാര്യങ്ങൾ, ചെങ്കടൽ വിഭജിച്ച കാര്യങ്ങൾ, ഇതല്ല യെരിഹോവിലുള്ള രാജാവും സൈന്യവും എല്ലാം അറിഞ്ഞതാ. പക്ഷെ അവരുടെ ജീവിതത്തിൽ അതെന്തില്ല, അത് വിശ്വാസമായി പരിണമിച്ചില്ല. അങ്ങനെ പരിണമിക്കായ കൊണ്ട് ഇസ്രായേലിന്റെ ന്യായവിധിയുടെ വാളിൽ അവരെന്ത് ചെയ്തു? പട്ടുപോകുവാനായിട്ട് ഇടയായി തീർന്നു. സഹോദരി പേരനായ ഏറ്റവും മൂലയിരിക്കും സഹോദരി സാറ നന്നായി പ്രതികരിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ഇപ്രകാരം ആലോചനയായി പറയുന്നു, നീ എന്റെ സന്നിധിയിൽ വിശ്വസ്തയോടും ഹൃദയപരമാർത്ഥതയോടും നിന്നാൽ ഞാൻ തന്നെ അളവ് വെച്ച് സൂക്ഷിക്കുന്ന ദൈവമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ആലോചന പറയുകയാണ്. അധികം പെറുക്കിയവർക്ക് അധികം കണ്ടില്ല, കുറച്ചു പെറുക്കിയവർക്ക് കുറച്ച് കണ്ടില്ല. ദൈവം ഒരു അളവ് വെച്ച് ഇടങ്ങഴി എന്നതുപോലെ ഞാൻ നിന്നെ അളവ് വെച്ച് സൂക്ഷിക്കുന്ന ദൈവമാണ്. കലത്തിൽ അല്പമാവും, ഒരു പിടി മാവും, ഭരണിയിൽ അല്പം എണ്ണയും. ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ആ ഭരണിയിലെ മാവിലും അഥവാ കലത്തിലെ മാവിലും ഭരണിയിലെ എണ്ണയിലും വർധന വയച്ചതുപോലെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നിന്നോട് ഇപ്രകാരം ദൂതായിട്ട് പറയുന്നു, നീ അളന്നു നോക്കി ഇത്രയേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് കലത്തിലെ മാവിലും ഭരണിയിലെ എണ്ണയിലും വർധന വയച്ചതുപോലെ ഞാൻ നിന്റെ ജീവിതത്തിന്റെ ശൂന്യതകളിൽ മേൽ വർധന വഹിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ദൂതായിട്ട് പറയുകയാണ്. ആലയത്തിൽ കടന്നു വന്ന് ഹൃദയം പകർന്നവരുടെ മുഖം പിന്നെ വാടാതെ വണ്ണം അവളുടെ ഹൃദയത്തിന്റെ ദീർഘശ്വാസത്തിന്റെ അർത്ഥം മനസ്സിലാക്കി മറുപടി അയച്ചതുപോലെ ദൈവത്തിന്റെ ആത്മാ പറയുന്നു, യഹോവയുടെ ഭുജം അത്യുന്നതൻ എനിക്ക് വേണ്ടി വലിയവ ചെയ്തു എന്ന് നീ തിരിച്ചറിയത്തക്കവണ്ണം പറയത്തക്കവണ്ണം ഞാൻ നിന്റെ ദീർഘശ്വാസത്തിന് മറുപടി നൽകുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുന്നു. എന്റെ സന്നിധിയിൽ നീ വിശ്വസ്തയോടെ നിന്നുകൊള്ളുക, ഞാൻ നിന്റെ മുഖത്തെ ആദരിക്കും. ഇവിടെ തിരുവഴുത്ത് ഇങ്ങനെയാണ് പറയുന്നത്, അവൾ അവിശ്വാസികളോടുകൂടെ എന്ത് ചെയ്തു? യെരിഹോവിലുള്ള സകല വ്യക്തി ജീവിതങ്ങളും നശിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാ പറയുന്നു, അത് നശിക്കാനുള്ള കാരണം അവരിലത് വിശ്വാസമായി എന്ത് ചെയ്തില്ല, പരിണമിച്ചില്ല. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? എന്തോ ഒരു ക്ഷീണമൊക്കെ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഷൂട്ടിയെ കഴിഞ്ഞ് വന്നവരായിരിക്കും. നിങ്ങൾ വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും, എങ്കിൽ എനിക്ക് സംസാരിച്ച് പോകാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾ ക്ഷീണമുണ്ടെന്ന് എനിക്ക് പ്രസംഗിക്കുമ്പോൾ അറിയാം, കാരണം നിങ്ങൾ ഒപ്പത്തിന് വരുന്നില്ല. അതുകൊണ്ടാണ്. സ്തോത്രം. തിരുവഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു വാക്യം വായിച്ചേ, യാക്കോബിന്റെ ലേഖനം 2:25 വായിച്ചേ. അവണ്ണം രാഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൾ ദൂതരെ കൈക്കൊണ്ട് വേറൊരു വഴിയായി പറഞ്ഞയച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഒരു നീതീകരണം സംഭവിച്ചു. പ്രവൃത്തികളാൽ അല്ലയോ എന്ത് ചെയ്തത്?
നീതീകരിക്കപ്പെട്ടത്. നമ്മള് ഈ റോമാലേഖനം പഠിക്കുമ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണമാണ്. നമ്മൾ അതുകൊണ്ട് അത് പഠിച്ചിട്ട് നമ്മൾ പറയും പ്രവൃത്തികളാൽ ഒരു ജഡവും എന്ത് ചെയ്യുന്നില്ല, നീതീകരിക്കപ്പെടുന്ന ഒരു പിച്ചക്കാരന് പോലും 10 പൈസ കൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ആളുകളാണ്. എന്നാൽ എഫേസ്യ ലേഖനം പറയുന്നു നമ്മുടെ സൽപ്രവൃത്തികൾക്കായിട്ട് എന്ത് ചെയ്തിരിക്കുക, സൃഷ്ടിച്ചിരിക്കുക. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നെയ്യില്ലാത്ത നെയ്യാർ ഡാം പോലെയാണ്. പേര് കേൾക്കുമ്പോൾ നെയ്യാർ ഡാം, പക്ഷെ നെയ്യില്ല എന്നതുപോലെയാണ്. നമ്മുടെ പേര് വിശ്വാസി എന്ന, പക്ഷെ വിശ്വാസമില്ല. തിരുവഴുത്ത് പറയും നിങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ ഒന്നാമത് ദൈവം ഉണ്ടെന്നെങ്കിലും വിശ്വസിക്കണം. തിരുവഴുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം മറ്റൊന്നും വിശ്വാസത്തിൽ ഇരിക്കുന്ന തന്നെ പരിശോധിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. റോമാലേഖനത്തിൽ പറയുന്നു വിശ്വാസത്താലുള്ള നീതീകരണം. എന്നാൽ യാക്കോബിന്റെ ലേഖനം പറയുന്നത് വെറും വിശ്വാസം മാത്രം പോലെ പ്രവൃത്തി വേണം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ജീവനില്ലാത്ത ശരീരം പോലെയാണ്. അതുകൊണ്ട് പ്രവൃത്തിയിൽ വെളിപ്പെടുത്തണം. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ രാഹാബ് കേവലം ഒരു വിശ്വാസം മാത്രമല്ലായിരുന്നു, അവളുടെ വിശ്വാസത്തെ അവൾ പ്രവൃത്തിയിലൂടെ എന്ത് ചെയ്തു, വെളിപ്പെടുത്തി. അവൾ ദൂതരെ കൈക്കൊണ്ടു വേറൊരു വഴിയായി എന്ത് ചെയ്തു, പറഞ്ഞയച്ചു. അവിടെ ദൈവാത്മാവ് പ്രത്യേകം രേഖപ്പെടുത്തുകയാണ്, അവൾ പ്രവൃത്തികളാൽ വിശ്വാസം എന്ത് ചെയ്തു, നീതീകരിക്കപ്പെട്ടു. നമ്മള് തിരുവഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ എബ്രായലേഖനം 11-ാം അധ്യായം എന്ന് പറയുന്നത് വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ്. അതിനകത്ത് വിശ്വാസത്തിന് വേണ്ടി അവർ ചെയ്ത കാര്യങ്ങൾ ദൈവാത്മാവ് ഇങ്ങനെ എഴുതി എന്ന് കണ്ടന്റ് ആയിരിക്കുന്ന വിഷയം എഴുതി വരുമ്പോൾ നിശ്ചയമായും ശലോമോന്റെ പേര് എഴുതാനായിട്ട് എന്ത് ആരാഗ്രഹിച്ചു കാണും, എഴുതിയ ലേഖനകർത്താവ് ആഗ്രഹിച്ചു കാണും. കാരണം ശലോമോൻ ആരാ? ശലോമോൻ എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി ആലയം പണിത വ്യക്തിയാണ്. ആര്? ശലോമോൻ. അത് മാത്രമല്ല, ആലയം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി എന്നാണ്, തേജസ് ഇറങ്ങി ശലോമോന്റെ പ്രാർത്ഥനയിൽ. അത് മാത്രമല്ല, മധുരഗായകനായ ദാവീദിന്റെ മകനാണ്. അതുപോലെ ഒരു രാജാവ് അതിന് മുൻപും ശേഷം ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് ജ്ഞാനിയും അതുപോലെ ധനികനുമായിരുന്നു. അതിനു മുമ്പും അതുപോലെ ജ്ഞാനി ഉണ്ടായിട്ടില്ല, ശേഷവും ഉണ്ടായിട്ടില്ല. അത്ര വലിയ വ്യക്തിയായ ശലോമോന്റെ പേരെഴുതുവാൻ ലേഖനകർത്താവ് ആഗ്രഹിച്ച് എങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് തടഞ്ഞു, ശലോമോനെ തള്ളിക്കളഞ്ഞു. എന്നാൽ ശലോമോന്റെ പേരെഴുതാതെ ശലോമോനെ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് രാഹാബിന്റെ പേര് എഴുതി ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. രാഹാബിന്റെ പേര് ശലോമോന്റെ പേര് തള്ളിക്കളഞ്ഞിട്ട് എഴുതി ചേർത്തു. എന്താണ് കാരണം? ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ എബ്രായ ലേഖനം 11-14 നമ്മൾ വായിക്കുന്നത്, ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ലെന്നാണ്. അന്ന് പറഞ്ഞതിന്റെ അർത്ഥം ദൈവമാണ് ആരെ നീതീകരിച്ചത്? രാഹാബിനെ നീതീകരിച്ചത്. അപ്പോൾ രാഹാബിന്റെ പേരിൽ, രാഹാബിന്റെ ഒക്കെ പേരിട്ടിട്ട് ദൈവം പറയാണ്, ഇങ്ങനെ പേരെഴുതിയത് പറയാണ്, ആകയാൽ ഇവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം എന്ത് ചെയ്യുന്നില്ല, ലജ്ജിക്കുന്നില്ല. ദൈവം ഒരു ദേശത്ത് തങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ, ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ എങ്ങനെ പരിചയപ്പെടുത്തുന്നത്? ദേശത്ത് ദൈവം പരിചയപ്പെടുന്നത് തന്നെ എങ്ങനെ പരിചയപ്പെടുത്തുന്നത്? നമ്മളാണ് എങ്ങനെ പരിചയപ്പെടുത്തുന്നത് അറിയാമോ? നമ്മൾ പരിചയപ്പെടുന്നത് വെച്ചാൽ നമ്മുടെ മക്കളെ വിവാഹം വന്നിരിക്കുന്നത്. എന്റെ മോന് വിവാഹാലോചന ഞാൻ തൃശ്ശൂർ താമസിക്കുമ്പോൾ തിരുവല്ലയിൽ നിന്ന് വന്നാൽ ഞാൻ പെണ്ണിന്റെ വീട്ടുകാരോട് പറയും, നിങ്ങൾ തൃശ്ശൂർ ഇറങ്ങിയിട്ട് അവിടെ പോക്കറ്റ് അടിക്കാരനായ ചാക്കോച്ചനുണ്ട്, അതെന്റെ അമ്മാച്ചന്റെ മോനാണ്, അവരോട് ചോദിച്ചാൽ എന്റെ വീട് കാണിച്ചു തരുമെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ പറയും ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ നിന്ന് 90 മൈൽ അങ്ങ് വന്നു കഴിഞ്ഞാൽ വടക്ക് തിരിഞ്ഞ് തെക്കിരിക്കുന്ന വീടാന്ന് നമ്മള് പറയത്തുള്ളൂ. നമ്മള് വിവാഹം ആലോചിക്കുമ്പോ ഏറ്റവും നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ, പ്രസന്റ് ചെയ്തു. അങ്ങനെയല്ലേ മോനെ? ഏറ്റവും നല്ല കാര്യം നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, പ്രസന്റ് ചെയ്യത്തുള്ളൂ. അതിന് കല്യാണം കഴിച്ച് കഴിയുമ്പോൾ സംഗതി എല്ലാവരും അപ്പോഴും ഇപ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാക്കുന്നു. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല കാര്യം നമ്മൾ ആൾക്കാരെ പ്രസന്റ് ചെയ്യുള്ളൂ. അങ്ങനെ മനുഷ്യൻ അങ്ങനെയാണ്. എന്നാൽ ദൈവം അങ്ങനെയല്ല. ദൈവം ഒരു ദേശത്ത് തന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഉന്നതരായ ധനികരായ കുലീനരായ ആളുകളുടെ പേരിലല്ല പരിചയപ്പെടുത്തുന്നത്. ദൈവം പരിചയപ്പെടുത്തുന്ന ഭക്തന്മാരുടെ പേരിലാണ്. തിരുവഴുത്ത് പറയുന്നു, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം. അന്ന് പറഞ്ഞതിന്റെ അർത്ഥം മാർത്തയും മറിയയും താമസിച്ച ബഥാന്യ അറിയപ്പെടുന്ന അവരുടെ പേരിലാണ്. ആ ഗ്രാമത്തിലെ ഏറ്റവും ദരിദ്രരായിരുന്നു മാർത്തയും മറിയയും. ഒരു രാത്രിയിൽ യേശു വന്ന മാർത്തയുടെ മറിയയുടെ വീട്ടിൽ താമസിച്ചു. അന്ന് ഒന്നും യേശുവിന് കൊടുക്കാനുണ്ടായിരുന്നില്ല. യേശു ഭക്ഷണം കഴിച്ചില്ല. രാവിലെ കൊടുക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്നാൽ യേശു അത്തിയിൽ ഫലം തിരഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവരത്രമാത്രം ദരിദ്രരാണ്. എന്നാൽ തിരുവഴുത്തിൽ മാർത്തയുടെയും മറിയുടെയും പേരിൽ ഗ്രാമം അറിയപ്പെടുകയാണ്. അതിന്റെ കാരണം
ആ ഗ്രാമത്തിലെ ഭക്തരായിരുന്നു അവർ. ആ ഗ്രാമത്തിൽ ഒത്തിരി കുലീനരും സമ്പന്നരും ഒക്കെയായ നിരവധി വനിതകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവർക്കാർക്കും ആ ഭാഗ്യം ലഭിച്ചില്ല. കാരണം യേശുവിന് വേണ്ടി അവരാണ് ഭവനം തുറന്നു കൊടുത്തത്. Shabala ragaba dina madira bala ragaba janama udaragaba siya handuragaba shaila bariya dan kalaba orebiya. Amen. Hallelujah. Praise the Lord. 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 Hallelujah. 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 Praise the Lord. സ്വർഗ്ഗത്തിൽ പോകുന്നവർക്കോട് അതിന് കരമ്പൊക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പൊക്കും. പക്ഷെ ഉള്ളിൽ ഒരു ഉറപ്പം കാണത്തില്ല. മനസ്സിലായില്ലേ? മുത്തിനാൽ നിർമ്മിതമായി ഉള്ള 12 ഗോപുരമേ, മുത്തിനാൽ നിർമ്മിതമായി ഉള്ള 12 ഗോപുരമേ, തവ മഹത്വം കണ്ടിട്ടാനന്ദിക്കാൻ മമകങ്ങൾ പാരമുദിച്ചിടും നീ. വാനവരിൽ സ്തുതിനാദം സമുഴങ്ങും ശാലേം, വാനവരിൽ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ. ശുദ്ധവും ശുഭ്രവുമായി ഉള്ള നദികൾ ഇരുകരയും ജീവാവൃക്ഷഫലങ്ങൾ പരിലസിക്കും ദൈവത്തിനും ജ്ഞാനമേ. വാനവരിൽ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ, വാനവരിൽ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ. അപ്പോ സ്വർഗത്തിൽ പോകും എന്ന് ദൈവം പറയുന്ന ഉറപ്പ് ഇതാണ്. തിരുവെഴുത്ത് പറയുന്നു, ദൈവം രാഹാവിന് വേണ്ടി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല, അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുക. ആർക്കു വേണ്ടിയാണ് അപ്പൊ സ്വർഗം ഒരുക്കിയിരിക്കുന്നത്? ദൈവിക വെളിപ്പാടുകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവർക്ക് വേണ്ടി, ആത്മാവിനനുസരിച്ച് സ്റ്റെപ്പുകൾ വെക്കുന്നവർക്ക് വേണ്ടി സ്വർഗം ഒരു നഗരം ഒരുക്കിയിരിക്കുക. അങ്ങനെ ഉള്ളവർക്ക് ഉറപ്പോടെ പറയാൻ കഴിയും, സ്വർഗം എനിക്ക് വേണ്ടി ഒരു നഗരം ഒരുക്കിയിരിക്കുകയാണ്, ദൈവം എനിക്ക് വേണ്ടി ഒരു നഗരം ഒരുക്കിയിരിക്കുകയാണ്. ഞാന് തുറന്ന് സംസാരിക്കാനായിട്ട് പോകുന്നു. ഇത്രയും സമയം നമ്മൾ സംസാരിച്ചത് രാഹാബ് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നാണ്. തുടർന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നിർത്തുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം രാഹാബിന് വേണ്ടി എന്ത് ചെയ്തു എന്നാണ്. ദൈവം ആരുടെയും കടക്കാരനല്ല. എന്താ സിസ്റ്റർ ജെമ്മി സൂത്രൻ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ആലോചന പറയുന്നു, നീ എന്റെ സന്നിധിയിൽ വിശ്വസ്തയോടും ഹൃദയ പരമാർത്ഥതയോടും നിന്നാൽ നീ കാലടി വെക്കേണ്ടതിന് ഞാൻ നിനക്ക് വിശാലത വരുത്തും. നീ നടക്കേണ്ടുന്ന പാതകൾ, തിരഞ്ഞെടുക്കേണ്ടുന്ന വഴികൾ ഞാൻ നിനക്ക് പറഞ്ഞു തരും. ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ച് ഇതാകുന്നു മകളെ വഴി, ഇതിനെ നടന്നുകൊള്ളുക എന്ന ഇമ്പ ശബ്ദത്താൽ വഴി നടത്തും. നിന്റെ കാൽ വഴുതുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. യോസേഫ് കടന്നു എന്ന ഭവനം, ആ ഭവനത്തിൽ അവൻ തൊടുന്നത് മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നുവെന്ന് അവന്റെ യജമാനൻ കണ്ടിട്ട് അവനെ സകലത്തിന്മേലും അധികാരിയാക്കി. നീ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ പിൻനിരയുടെ അനുഭവങ്ങളിൽ നിന്നും മുൻനിരയുടെ അനുഭവങ്ങളിലേക്ക് എടുത്തു വെക്കുന്ന ആത്മാവ് നിന്നോട് ദൂത് പറയുകയാണ്. ഭാരമുള്ള ഒരു കല്ല് ഒരു മനുഷ്യൻ എടുത്തു വെക്കുന്നത് പോലെ, ആർക്കും നീക്കിക്കളയുവാൻ കഴിയാത്തതുപോലെ ഞാൻ നിന്നെ എടുത്തു വെക്കുന്ന മേഖലയുണ്ട്. നീ എന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാൽ ഇന്ന് നീ കേൾക്കുന്ന ദൂതുകൾ ഒന്നുപോലും നിഷ്ഫലമാകാതെ ഞാൻ നിന്റെ തലമേൽ വരുത്തുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചനയായി പറയുന്നു. പിതാവിന്റെ പേരെന്താ? ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം ആലോചനയായി പറയുന്നു,
എന്റെ സന്നിധിയിൽ നീ വിശ്വസ്തയോടും ഹൃദയ പരമാർത്ഥതയോടും നിന്നാൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ ദൈവാത്മാ പറയുന്നു, യഹൂദേ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു, ഞാൻ നിന്റെ സ്ഥിതികൾ മാറ്റും. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, കൊയ്ത്തിന്റെ അനുഭവം അഥവാ ആർപ്പിന്റെ അനുഭവങ്ങളെ ഞാൻ നിനക്ക് നൽകുമെന്ന് ദൈവാത്മാവ് നിന്നോട് ദൂത് പറയുകയാണ്. യോസേഫിൽ ദൈവം വാഗ്ദത്തം നിവർത്തിച്ചപ്പോൾ അവൻ കഴിഞ്ഞ നാളിലെ ദുഃഖവും പിതൃഭവനവും ദൈവം അവനെ മറക്കുമാറാക്കി. എന്നതുപോലെ ഞാൻ നിന്നിൽ നിവർത്തിക്കുന്ന വാഗ്ദത്തമുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുന്നു. എന്റെ സന്നിധിയിൽ നീ വിശ്വസ്തയോടെ നിന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി അധികാര ഹൃദയങ്ങളിൽ സംസാരിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുകയാണ്. നീ ഇന്ന് പാർക്കുന്ന രാജ്യത്തിന്റെ പുഷ്ടി അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി കൽപ്പിച്ചാക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ദൂതായിട്ട് പറയുകയാണ്. എന്റെ പേര് ദൈവത്തിന്റെ പരിശുദ്ധാത്മ. ഞങ്ങളുടെ പേര് അറിയോ? എനിക്ക് പേര് കേൾക്കാൻ വേണ്ടിയല്ല, നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. നിങ്ങളോട് തന്നെയാണ് സംസാരിക്കുന്നത്, നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ആലോചനയായിട്ട് പറയുന്നു, ജയത്തിന് കുതിര വ്യർത്ഥമാണ്, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നില്ല. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിച്ചു, അവർ വീണുപോയി. ഞങ്ങൾ യഹോവയുടെ നാമത്തെ കീർത്തിച്ചു, ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. പലരും പരാജയപ്പെട്ടു പോയ മേഖലയിൽ എഴുന്നേറ്റ് നിവരെ നിൽക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് ആലോചന പറയുന്നു. അനേക കുതിരകളുടെ ഇടയിൽ നിന്ന് ഫറവോന്റെ രഥത്തിന് കെട്ടുവാൻ വേണ്ടി സെലക്ട് ചെയ്തെടുക്കുന്ന കുതിരയെ പോലെ വലിയ പ്രവൃത്തിക്കായി ഞാൻ നിന്നെ തെരഞ്ഞെടുക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുന്നു. എന്റെ സന്നിധിയിൽ നീ വിശ്വസ്തയോടെ നിന്നാൽ നീ ഇപ്രകാരം പറയും, ഇത് യഹോവയാൽ സംഭവിച്ചു, ഞങ്ങളുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്നതുപോലെ ഞാൻ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുന്നു. കോശിന്നല്ലേ ഒത്തിരി പ്രാവശ്യം ഞാൻ ചോദിച്ചായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ആലോചന പറയുന്നു, യവത്തപ്പം ഒരായുധമല്ല, അത് കേവലം ഒരു ദോശ പോലെ, ഒരു ദോശയുടെ മാത്രം വലിപ്പമുള്ളതാണ്, അതൊരായുധമല്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ഗിദയോന്റെ കാഴ്ചയിലും മറ്റുള്ളവരുടെ കാഴ്ചയിലും അവൻ കേവലം ഒരു യവത്തപ്പം പോലെ ആയിരുന്നിട്ടും ആത്മാവ് അതിനെ ഉരുട്ടിയപ്പോൾ അത് ഉരുണ്ട് എന്ന് മിദ്യാനിയ കൂടാരങ്ങളെ മറിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ നിനക്ക് ചെയ്യാൻ കഴിയാത്തതും ഇതുവരെയും നിനക്ക് ഏൽപ്പിക്കപ്പെടുവാനും കഴിയാത്ത മേഖലകളിൽ എന്റെ ആത്മാവിനാൽ ഞാൻ നിന്നെ ഉരുട്ടുന്ന ദിവസങ്ങളുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുന്നു. വലിയ പ്രവൃത്തിക്കായി ഞാൻ നിന്നെ ആത്മാവിനാൽ ബലപ്പെടുത്തും. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ദാവീദിന്റെ വീട് കിടക്കുന്ന കൂടാരങ്ങളെ ഉയർത്തുവാൻ ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. ഇതെങ്ങനെ സംഭവിക്കും? സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ തന്നെ എന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. കഴിഞ്ഞ നാളുകളിൽ നടന്നു വന്ന പാതകളെക്കാൾ വ്യത്യസ്തമായി ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചനയായി പറയുന്നു. എന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം പറയുന്നു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇതയോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഈ ബലത്തോടെ പോവുക, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്നതുപോലെ ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുന്നു. നിന്റെ ജീവിതത്തിൽ വഴുതിപ്പോയ ചില അവകാശങ്ങളുണ്ട്. നീ എന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാൽ അവയെ നീ തിരികെ പിടിക്കുന്ന ദിവസമുണ്ടെന്ന് ദൈവാത്മാവ് ആലോചനയായിട്ട് പറയുന്നു. എന്താ ബോംബെന്ന് മോന്റെ പേരെങ്ങനെ? സിറിയക്ക്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ആലോചനയായി പറയുന്നു, എന്റെ സന്നിധിയിൽ നീ വിശ്വസ്തയോടെ നിന്നാൽ കരിവേലകവും കരിമരവും മുറിച്ചിട്ട് അതിൽ കുറ്റിയായി ശേഷിച്ചിരുന്നാലും വീണ്ടും താഴെ വീഴൂന്നി മോളിൽ പുതിയ മുള പൊട്ടിപ്പുറപ്പെട്ട് അത് പടർന്നു വന്നിരിക്കുന്നത് പോലെ, താഴെ വേരൂന്നി മോളിൽ പടരുന്നത് പോലെ, ഫലം കാണിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുന്നു. ഞാൻ നിന്നെ മൂടുപടം മാറ്റി വെളിയിൽ കൊണ്ടുവരുന്ന ദിവസമുണ്ട്. എന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാൽ ഈ ദൂതുകൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഞാൻ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന വാതിലുകളുണ്ട്, നീ അതിലൂടെ കടക്കും.
ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, പത്രോസിനു വേണ്ടി ദൂതൻ മുഖാന്തരം തുറന്നു വെച്ച വാതിലൂടെ അവൻ കടക്കുമ്പോൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ അവൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. എന്നതുപോലെ നിനക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത മേഖലയിൽ ഞാൻ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന വാതിലൂടെ നീ കടക്കുന്ന ദിവസമുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുന്നു. എന്റെ വചനം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. പൂർണ്ണ ഹൃദയത്തോടെ നീ യഹോവയിൽ തന്നെ രസിച്ചു കൊടുക്കാം. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഞാൻ നിനക്ക് വേണ്ടി ഇന്ന് ഈ അരുൾ ചെയ്യുന്ന വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുമെന്ന് ദൂതായിട്ട് പറയുന്നു. രാഹാബിനു വേണ്ടി ദൈവം എന്ത് ചെയ്തു എന്നാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. രാഹാബിനു വേണ്ടി ദൈവം എന്ത് ചെയ്തു? ദൈവം ആരുടെയും ആരല്ല. നമ്മളെ പാട്ട് പാടാറില്ലേ, ദൈവം ആരുടെയും കടക്കാരനല്ല. ദൈവത്തിന് വേണ്ടി നമ്മള് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതെ പോകും. ദൈവത്തിന് വേണ്ടി ഒരു ചെറുവിരൽ നമ്മൾ അനക്കിയിട്ടുണ്ടെങ്കിൽ ദൈവം തന്നെ പൂജ നമുക്ക് വേണ്ടി ചലിപ്പിക്കും. ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് നമ്മൾ മുൻപോട്ട് വെച്ചാൽ അവൻ 10 സ്റ്റെപ്പുകൾ നമ്മോട്ട് പോകും. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ വക്രനോട് ആരാണ്? വക്രനോട് വക്രൻ, നിർമ്മലനോട് നിർമ്മലൻ, നിഷ്കളങ്കനോട് നിഷ്കളങ്കൻ, പിശുക്കനോട് ആരായിരിക്കും? നമ്മൾ സാധാരണ പറയാറില്ലേ, നമ്മൾ ദൈവത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു അങ്ങനെയാണ് ദൈവം തിരിച്ച് പ്രതികരിക്കുന്നത്. നമ്മൾ വിതയ്ക്കുന്നത് തന്നെ എന്ത് ചെയ്യും? കൊയ്യും. അങ്ങനെയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? അപ്പൊ വിതയ്ക്കുന്നതന്നെ കൊയ്യും. അപ്പൊ ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ്, ഗോതമ്പ് വിതച്ചാൽ എന്ത് കൊയ്യത്തില്ല? യവം കൊയ്യത്തില്ല. ഗോതമ്പ് വിതച്ചാൽ ഗോതമ്പ് കൊയ്യും. സ്നേഹം, നിങ്ങൾക്ക് സ്നേഹം ഇല്ലാന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹം വിതച്ചാൽ സ്നേഹം കൊയ്യും. കരുണ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കരുണ വിതച്ചാൽ കരുണ കൊയ്യും. കാറ്റ് വിതച്ചാലോ? കാറ്റല്ല, കൊടുങ്കാറ്റ് കൊയ്യും. 100 മേനിയാണ്. അങ്ങനെയല്ലേ? അങ്ങനെയാണ് ഈ പാര വിതച്ചാലോ? പാര വിതച്ചാൽ പാര കൊയ്യും. ചിലർ പറഞ്ഞാൽ എന്റെ പൊന്നുവാസം ഞാൻ എവിടെ പോലും ഒരു പാരയുണ്ട്. അതിന്റെ അർത്ഥം നീ എവിടെ ഒരു പാര വിതച്ചിട്ടുണ്ട്. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെ നിന്നെ പിന്തുടരുന്നത് പോലെ പാര നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആരും പാര വിതയ്ക്കരുത്. അപ്പോൾ നമ്മൾ എന്തു വിതയ്ക്കുന്നുവോ അത് കൊയ്യും. നിങ്ങൾ ഒന്നും വിതയ്ക്കാതെ കൃഷിക്ക് എല്ലാം കട്ടയൊക്കെ ഉടച്ച് നമ്മള് നാട്ടിലടിച്ച് ഇങ്ങനെ നമ്മളല്ലേ, പക്ഷെ വിതച്ചിട്ടില്ല. എന്നിട്ട് നമ്മള് കരയിൽ കയറി 40 ദിവസം ഉപസിച്ച് പ്രാർത്ഥിക്കുക. വല്ല മുളയ്ക്കുവോ? ഒന്നും മുളയ്ക്കത്തില്ല. നമ്മൾ ഒരു 40 ദിവസം ഉപസിച്ചിട്ട് ഒന്നും കാണാത്ത കാര്യം, ഒന്നും വിതച്ചിട്ടില്ല. അതൊരു കാര്യം. തിരുവെടുത്ത് പറയുന്നു, ഭക്ഷിപ്പാൻ ആഹാരവും കുടിപ്പാൻ വെള്ളവുമല്ല, ഭക്ഷിപ്പാൻ ആഹാരവും വിതയ്ക്കുവാൻ വിത്തും. അങ്ങനെ ഭക്ഷിപ്പാൻ ആഹാരവും വിതയ്ക്കുവാൻ വിത്തും നൽകുന്ന ദൈവം എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ നന്മകളിലും ഭക്ഷിക്കുവാനുള്ള ആഹാരവും അതിൽ വിതയ്ക്കുവാനുള്ള വിത്തും ഉണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്കിപ്പോ ഒരു പറ നെല്ല് കിട്ടി. നിങ്ങൾ ആ ഒരു പറയും പുഴുങ്ങി തിന്നാൽ അടുത്ത പ്രാവശ്യം എന്ത് വിതയ്ക്കും? ഒന്നും വിതയ്ക്കാനില്ല. നിങ്ങൾക്ക് കിട്ടുന്ന നന്മകളിൽ ഭക്ഷിപ്പാൻ ആഹാരം ഉള്ളപ്പോ തന്നെ വിതയ്ക്കാനുള്ള വിത്തുമുണ്ട്. നമ്മൾ വിതച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പക്ഷെ നമ്മൾ ആ വിത്തും KFC മേടിച്ച് കഴിക്കുക. അങ്ങനെയല്ലേ? പിള്ളേർക്ക് ആ വിത്ത് കൊണ്ട് വർഗർ മേടിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഒന്നും കൊയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളിലും എന്തുണ്ട്? വിത്തുണ്ട്. അത് വിതയ്ക്കണം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് വിതയ്ക്കുകയാണ്. നമ്മൾ വിതച്ച എന്ത് ചെയ്യുന്ന വായിക്കുന്നേ? 100 മേനി കൊയ്യും. TPM-ലുള്ള ആളുകളുടെ ഉണ്ട്. അവിടെ അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? അവർക്ക് നന്നായിട്ട് ആ കാര്യങ്ങൾ അറിയാം. സ്വത്രം. അപ്പൊ വിതച്ചാൽ കൊയ്യും. തിരുവെഴുത്ത് പറയുന്നു, നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. സ്നേഹം വിതച്ചാൽ സ്നേഹം കൊയ്യും. ജഡം വിതച്ചാൽ ജഡം കൊയ്യും. ആത്മാ വിതച്ചാൽ ആത്മീയം കൊയ്യും. ഭൗതികം വിതച്ചാൽ ഭൗതികം കൊയ്യും. ഏതാ കൊയ്യേണ്ടത് നിങ്ങൾ തന്നെ എന്ത് ചെയ്തോണം? തീരുമാനിച്ചോണം. ഞാനിത് പ്രസംഗിച്ചിട്ട് നാളെ പോകും. ഞാൻ പറയുന്നത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പറയുകയാണ്. ഇവിടെ അടുത്ത് തന്നെ തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം രാഹാബിന് വേണ്ടി നിന്നപ്പോൾ രാഹാബ് ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ ദൈവം രാഹാബിന് വേണ്ടി പ്രവർത്തിച്ചു. ആ കാര്യം ഞാൻ പറഞ്ഞ് പെട്ടെന്ന് നിർത്തിയേക്കാം. എന്താണ് പ്രവർത്തിച്ചത്? അവൾ ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ അവളുടെ മാതാപിതാക്കളെ കുറിച്ചും അവളുടെ സഹോദരങ്ങളെ കുറിച്ചും അവളുടെ ചാർച്ചക്കാരെ കുറിച്ചും ദൈവത്തിനൊരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. യെരിഹോവിലുള്ള സകല ജനവും ഇസ്രായേൽ മക്കളുടെ ന്യായവിധിയുടെ വാളിൽ പട്ടുപോയപ്പോൾ രാഹാബ് ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് അവൾ മുഖാന്തരം അവളെ ഓർത്തിട്ട് അവളുടെ മാതാപിതാക്കളെയും അവളുടെ സഹോദരങ്ങളെയും അവളുടെ ചാർച്ചക്കാരെയും സ്വർഗം ന്യായവിധിയുടെ വാളിൽ നിന്ന് വിടുവിച്ചു. നീ ദൈവത്തിന് വേണ്ടി നിന്ന നിന്റെ മാതാപിതാക്കളെ കുറിച്ചും നിന്റെ സഹോദരങ്ങളെ കുറിച്ചും നിന്റെ ചാർച്ചക്കാരെ കുറിച്ചും
സ്വർഗത്തിന് ഉത്തരവാദിത്തമുണ്ട്. അവരിൽ ഒരു കുളമ്പ് പോലും ശേഷിപ്പിക്കാതെ അവരെ വിടുവിക്കുവാൻ ഇന്ന് പകൽ ഞാൻ സേവിക്കുന്ന ദൈവം ശക്തനായ ദൈവമാണെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ ദൂരായിട്ട് പറയുകയാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി നിന്നാൽ മതി. നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് സ്വർഗത്തിനൊരു ഉത്തരവാദിത്തമുണ്ട്. അപ്പോ ഈ രാഹാബിന്റെ മാതാപിതാക്കളെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും ചാർച്ചക്കാരെ കുറിച്ചും മാത്രമാണോ പാസ്റ്ററെ ഉത്തരവാദിത്തം? അല്ല. അടുത്ത നിങ്ങൾ പറഞ്ഞ വേറെ എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ട്? രാഹാബ് ദൈവത്തിനോട് ഇന്നപ്പോ നിങ്ങൾ വേറെ പറയും ഗുലാബ് ജാമുനോ ഇതാണ്ട് പറഞ്ഞു. ബോംബെയിലുള്ള എന്തോ ഒരു ഫുഡിന് വരും. അപ്പൊ ഞാൻ പറഞ്ഞ കേൾക്കാം, രാഹാബിനെ കുറിച്ച് ദൈവത്തിനൊരു ഉത്തരവാദിത്തം ഉണ്ട്. ആരെ കുറിച്ചാ? രാഹാബിനെ പോലെയുള്ള ഒരു സഹോദരി നമ്മുടെ മക്കൾക്ക് ആർക്കെങ്കിലും വിവാഹാലോചനയോ ആയി വന്നാൽ നമ്മൾ നടത്തി കൊടുക്കും? ഇല്ല. 7-ാം കൽപ്പന ലംഘിച്ച് ജീവിക്കുന്ന കല്ലെറിഞ്ഞു കൊല്ലേണ്ട ഒരു സഹോദരി നമ്മുടെ മകന് വേണ്ടി ഒരു വിവാഹാലോചനയായിട്ട് വന്നാൽ നമ്മൾ ആരും നടത്തി കൊടുക്കില്ല. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? ചിലരിങ്ങനെ മിണ്ടായിരിക്കുന്നത് പ്രാർത്ഥിച്ചു. അപ്പോ നടത്തി കൊടുക്കുന്നില്ല. പക്ഷെ ദൈവം അവളെ നീതീകരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് രാഹാബിനെ കുറിച്ചൊരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. തിരുവഴുത്ത് ഇങ്ങനെയാണ് പറയുന്നത്, വെറും ഒരു പുറം ജാതിക്കാരിയായ പാപിനിയായ ആ സഹോദരിക്ക് വേണ്ടി സ്വർഗം ഇസ്രായേൽകാരനായ സുന്ദരനും സുമുഖനുമായ ഒരു യൗവനക്കാരനെ അവൾക്ക് ഭർത്താവായി കൊടുത്തു. അതൊക്കെ പറഞ്ഞ ചില സഹോദരിമാരെ മുഖം പാടിയ സ്വന്തം നമ്മൾ അങ്ങനെയല്ലേ പറയുന്നേ? അങ്ങനെ പരസ്യം കൊടുക്കുന്ന സുന്ദരിയും സുമുഖിയും. പക്ഷെ ഫ്രെയിം ചെയ്യാൻ പറ്റില്ല. നേരിട്ട് കണ്ട് ചെയ്യുമ്പോൾ ഫോട്ടോ എടുത്താല് ഫ്രെയിം ചെയ്യാൻ പറ്റാത്ത വാക്കുകളേക്കാണ് സുന്ദരനും സുമുഖിയും എന്നൊക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു യൗവനക്കാരനെ ആർക്ക് കൊടുത്തു? രാഹാബിന് ഭർത്താവായി കൊടുത്തു. അന്ന് അതിന്റെ അർത്ഥം ഇതാണ്, അവൾ ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ അവളുടെ ദാമ്പത്യ വിഷയങ്ങളിൽ സ്വർഗത്തിന് എന്തുണ്ടായിരുന്നു? വിഷയങ്ങളിൽ ദൈവത്തിന് ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ നിങ്ങൾ പറയാം, എന്റെ വാസ ഞങ്ങളൊക്കെ വിവാഹിതരാ. ഓക്കെ, നിങ്ങൾ വിവാഹിതരായിരിക്കാം. നിങ്ങളോടുള്ള ദൂതൻ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിന്നാൽ ഇന്ന് പകൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കുറ്റി ഇളകിയിരിപ്പുണ്ടെങ്കിൽ നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ ആ കുറ്റികളെ ഇന്ന് രാത്രിയിൽ ഉറപ്പിക്കുന്ന ദിവസമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കല്ല് ഇളകിയിരിക്കുന്ന ദിവസമാണെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ നിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ കല്ലുകളെ ഉറപ്പിക്കുവാൻ എന്ന് പകൽ ഞാൻ സേവിക്കുന്ന ദൈവം ശക്തനായ ദൈവമാണ്. സന്തോഷല്ലേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ഇപ്രകാരം ആലോചന പറയുന്നു, നീ എന്റെ വചനങ്ങളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ചു നടന്നാൽ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അക്കില്ല പ്രസ്കില ദമ്പതികളെ പോലെ ദൈവവേലയുടെ മുഖത്ത് അറിയപ്പെടുന്ന വ്യക്തിത്വമാക്കി ഭവനമായി അതിനെ ഉപയോഗിക്കുന്നത് ദൈവാത്മാവ് ദൂത് പറയുന്നു. 2 വ്യത്യസ്തങ്ങളായ കൃപകൾ നിന്നിലുണ്ടാവും. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, അവൾ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയുടെ പ്രത്യേകത, അതിൽ 2 രസമുണ്ട്. എന്താണ് രസം? ഒന്ന്, അത് ദൈവത്തെ സന്തോഷിപ്പിക്കുന്നു. മറ്റൊന്ന് മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നു. എന്നതുപോലെ വ്യത്യസ്തങ്ങളായ 2 കൃപകളാൽ ഞാൻ നിന്നെ നിറയ്ക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. പച്ചവെള്ളത്തിൽ മണവും നിറവും വീര്യവും പകർന്നപ്പോൾ അത് അനേകരുടെ ഹൃദയത്തിന് ആനന്ദം പകരുന്ന, ഉരുട്ടുകണ്ണുകളെ തെളിക്കുന്ന, അനേകരെ ആകർഷിക്കുന്ന ഒരു വീഞ്ഞായി അത് മാറിയതുപോലെ നിന്റെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ട് എന്ന് കൃത്യമായി സംസാരിക്കും. ഞാൻ നിന്നെ ഈ ദേശത്ത് വിളിച്ചു വരുത്തി ഞാൻ നിന്നോട് കൃത്യമായി ഇടപെടുന്ന ദിവസങ്ങളുണ്ട്. ഞാൻ നിന്നെ വീണ്ടും മെനയുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് മുൻപായിട്ട് പറയുന്നു. നീ ഇന്ന് പകൽ ഒരു ചക്രത്തിലിരിക്കുന്ന കളിമണ്ണാണ്. ചക്രത്തിലിരിക്കുന്ന കളിമണ്ണിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, കളിമണ്ണ് ചക്രത്തിലിരിക്കുമ്പോൾ കുശവൻ അത് തന്റെ ഹൃദയത്തിലെ ഡിസൈൻ പോലെ പണിയുകയാണ്. കളിമണ്ണിന്റെ ഇഷ്ടപ്രകാരമല്ല. എന്നെ എന്തുകൊണ്ട് ഇങ്ങനെ മെനഞ്ഞു എന്ന് ചോദിക്കാൻ
കളിമണ്ണിന് അധികാരമില്ല. കുശവന്റെ ഹൃദയത്തിൽ ഒരു ഡിസൈൻ ഉണ്ട്. എന്നതുപോലെ മെനയുന്നത് പോലെ വരുന്ന ദിവസങ്ങളിൽ ഞാൻ നിന്നെ മെനയുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ദൂത് പറയുന്നു. നീ വിശ്വസ്തയോടെ നിന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ രാജ്യത്ത് നീ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വമായി ആത്മീയ താലന്തുകളാൽ നീ ശ്രദ്ധിക്കപ്പെടുമെന്ന്. ആത്മീക മണ്ഡലത്തിൽ ശ്രദ്ധിക്കപ്പെടും. താലന്തുകളുടെ വ്യാപാരം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുന്നു. ഞാൻ നിനക്ക് തിരഞ്ഞെടുത്ത് നൽകുന്ന അവകാശമുണ്ട്. നീ വിശ്വസ്തയോടെ നിന്നാൽ മനോഹര ദേശത്ത് എനിക്ക് അളവുകൾ വീണിരിക്കുന്നു എന്നതുപോലെ കൂടാരത്തിന്റെ കുറ്റി നീ ഉറപ്പിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ദൂതായിട്ട് പറയുന്നു. എന്റെ സ്ഥലം വിശ്വസ്തയോടെ നിന്നുകൊള്ളുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെയാണ് പറയുന്നത്. രാഹാവിന്റെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് എന്തുണ്ടായിരുന്നു? ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. അപ്പൊ ഈ രാഹാവിന്റെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് മാത്രമേ ദൈവത്തിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുള്ളൂ. എന്നാ അലീബിന് പറയാതാണ് സ്വത്രം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആർക്കും പറയാം, ആർക്കും പറയാൻ പറ്റില്ല. എന്നാ ഞാൻ പറയാം, അവളുടെ തലമുറയെ കുറിച്ചൊരു ഉത്തരവാദിത്വം. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പുറംപോക്കിൽ താമസിച്ചിരുന്ന ഈ രാഹാബ് എന്ന് പറയുന്ന സഹോദരിയുടെ തലമുറയെ കുറിച്ച് തിരുവനന്തപുരത്ത് പറയുന്നു. അവൾ ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ അവളുടെ തലമുറ ബെത്ലഹേമിൽ പ്രസിദ്ധനായിരുന്നു. അവൻ മഹാധനവാനായിരുന്നു. അവൻ യേശു ക്രിസ്തുവിനെ നിഴലായിരുന്നു. അന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ. നിങ്ങൾക്ക് കൊതിയില്ലേ നിങ്ങളുടെ തലമുറ പ്രസിദ്ധരാകണമെന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ പറയുന്ന അനുഗ്രഹങ്ങൾ അവരിൽ വരണമെന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന് വേണ്ടി നിന്ന രാഹാബിന്റെ ജീവിതത്തിൽ അവളുടെ തലമുറ ബെത്ലഹേമിൽ പ്രസിദ്ധനായി മാറി. നീ ദൈവത്തിനു വേണ്ടി നിന്നാൽ നീതിമാനോടുള്ള നീതി തലമുറയിൽ നിവർത്തിക്കുമെന്നാണ്. മിസ്രൈമിൽ ഒരു മന്ത്രി വേണമെന്ന് ജാതീയ രാജാവായ ഫറവോൻ ആഗ്രഹിച്ചപ്പോൾ, മിസ്രൈം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഏറ്റവും സമ്പന്നമായ രാജ്യമായിരുന്നു. കനാൻ ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ പോലും മിസ്രൈമിൽ ക്ഷാമമുണ്ടായിരുന്നില്ല. കുതിരയും രഥങ്ങളും ശലോമോൻ പോലും ഈ മിസ്രൈമിൽ നിന്നാണ് വാങ്ങിയിരുന്നത്. മിസ്രൈമിൽ വലിയ ഉന്നത യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നു. മോശ അവിടുത്തെ സകല വിദ്യയും അഭ്യസിച്ചു എന്നാണ് തിരുവെഴുത്തിൽ വായിക്കുന്നത്. അവിടെ ഒരു മന്ത്രി വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അവിടെ ജാതീയ രാജാവായ ഫറവോൻ അത് വിളംബരം ചെയ്തു. അവിടെയുള്ള നിരവധി യൗവനക്കാർ അവിടുത്തെ ഡിഗ്രികളുമായി ഫറവോന്റെ മുമ്പിൽ നിരന്നു നിൽക്കുമ്പോൾ അവരെയൊക്കെ മാറി മാറി ഡിഗ്രികളിലേക്ക് മുഖത്തേക്ക് നോക്കിയിട്ട് മാറി നിൽക്കുന്ന യോസേഫിൽ നോക്കി, കാരാഗൃഹത്തിൽ നിറങ്ങി വന്ന കേവലം ഒരു ആട്ടിടയനായ യോസേഫിനെ നോക്കിയിട്ട് ജാതീയ രാജാവായിരിക്കുന്ന ഫറവോൻ പറഞ്ഞു, ദൈവാത്മാവുള്ള ഇതുപോലെ വേറൊരു പുരുഷനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞ് തന്റെ വിരലുകളിൽ കിടന്ന മുദ്ര മോതിരം മൂരി യോസേഫിന്റെ വിരലുകളിൽ അണിയിച്ചിട്ട് ഫറവോന്റെ രണ്ടാമത്തെ രഥത്തിൽ യോസേഫിനെ കയറ്റി മുട്ടുകുത്തുവിനെന്ന് അവിടെ വിളംബരം ചെയ്യുവാനുള്ള കാരണം അവനിലെ ദൈവകൃപയായിരുന്നു. ഇന്ന് പകൽ ഓർക്കുക, നിങ്ങളുടെ തലമുറയുടെ ഭാവി നിർണയിക്കുന്നത് വിദ്യാഭ്യാസമല്ല, അവരുടെ സൗന്ദര്യമല്ല, അവരുടെ പാരമ്പര്യമല്ല, അവർ പഠിച്ച കോളേജിന്റെ പ്രത്യേകതയല്ല. അവരുടെ ഭാവി നിർണയിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. രാഹാബ് ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ അവളുടെ തലമുറയെ സ്വർഗ്ഗം ആദരിച്ചു. അവർ ബെത്ലഹേമിൽ പ്രസിദ്ധനായി മാറുവാനായിട്ടിടയായി. സ്വതന്ത്രം ശ്രീമന്ത്രേ, പിന്നെ എന്നാ രാഹാബിന് വേണ്ടി ദൈവം ചെയ്തേ? ഒന്ന് പറഞ്ഞേ. സ്വത്രം എന്തെങ്കിലും ചെയ്തോ? കുമ്മനാടല്ല അച്ഛൻ, കുമ്മനാട വചനത്തിന്റെ ഈ ഇത് കിടക്കുന്നിടത്ത് ഒന്നാണ്. എന്താ വെച്ചാൽ പിന്നെ ചെയ്ത രാഘവന് വേണ്ടി അറിയില്ല. കുമ്പനാടാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അല്ലേ? സ്വത്രം. അവളുടെ മരുമകളെ കുറിച്ച് ദൈവത്തിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. സ്വത്രം. ഞാൻ പറയട്ടെ, നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, എന്റെ മക്കള് തങ്കം പിടിച്ച മക്കളാണ്, അങ്ങനെ പറയണേ. മരുമക്കൾ പിച്ചളയാണെങ്കിൽ കാര്യം പോക്കാണ്. മക്കള് തങ്കം പിടിച്ചതായിരിക്കാം, വരുന്ന മരുമക്കൾ പിച്ചളയാണെങ്കിൽ അമ്മച്ചിയൊക്കെ എന്നെ തലയാടുന്നേ കാര്യം പോക്കാണ്. പറഞ്ഞില്ലേ? മരുമോനൊക്കെ ഉണ്ടെങ്കിൽ അമ്മച്ചി തലയാട്ടിയൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാകരുത്. ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത്, മരുമോള് പിച്ചളയാണെങ്കിൽ നിന്റെ കാര്യം പോക്കാം. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ രാഹാബിന് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ആരെ കൊടുത്തു? മരുമകളെ കൊടുത്തു. എന്താണ് ആ മരുമകളുടെ പ്രത്യേകത എന്നറിയാമോ? അവൾ തിന്നു, ശേഷിപ്പിച്ചു,
അമ്മായിയമ്മയ്ക്ക് കൊണ്ടുപോയി. തിന്നു ശേഷിപ്പിച്ച് സ്റ്റേറ്റ് ബാങ്ക് കിട്ടുന്നല്ല, അവൾ അമ്മായിയമ്മയ്ക്ക് കൊണ്ടുപോയി. സ്വത്രം. അവൾ പറയുന്നുണ്ട് 10 പുത്രന്മാരെക്കാൾ അവൾ ആരായിരുന്നു? അവൾ ഉത്തമയായിരുന്നു. അത് മാത്രമല്ല, അവൾ സഭയ്ക്ക് നിഴലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു മരുമകൾ. ഞാൻ ഇനി ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ പോവാണ്. അബ്രഹാമിന്റെ മകൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. അദ്ദേഹം കണ്ടോ? അത് ചോദിക്കുന്നുണ്ട് ഇപ്പൊ. ശ്രദ്ധിക്ക, അത് പറഞ്ഞിട്ട് നോക്കിയാ മോനെ, ഇവിടെ വന്നേ. നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന് ശ്രദ്ധിച്ചു കേട്ടോണം, ഭാര്യയെ തെരഞ്ഞെടുക്കുവാൻ, ശ്രദ്ധിച്ചു കേൾക്കണം, തെരഞ്ഞെടുക്കുവാൻ. നിങ്ങൾ ചാടി തെറ്റ് പറയുന്നത് എനിക്കറിയാം. ആരാ മോനെ പോയേ? നീ പറഞ്ഞിട്ട് പോകൂ. നീ അല്ല അല്ലേ? പറഞ്ഞല്ലോ അല്ലേ? പക്ഷെ തെറ്റാ. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന് ഭാര്യ എടുക്കുവാൻ ദൂതനാണ് പോയത്. തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ മകനായ ഇസഹാക്കിന് ഒരു ഭാര്യ എടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ നിനക്ക് മുന്നേ അയക്കുന്ന എന്ന് പറഞ്ഞാൽ, എലയാസറിന് മുൻപിൽ ദൂതൻ പോയി തിരഞ്ഞെടുത്തപ്പോൾ എലിയാസ് ഓട്ടോമേഷൻ കയറ്റി കയ്യെ പിടിച്ച് കൊണ്ടു മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കൽപ്പിച്ചത് ദൂതനാണ്. സ്തോത്രം. അതിന്റെ അർത്ഥം, ദൂതനാൽ തിരഞ്ഞെടുക്കപ്പെട്ട മരുമക്കളാണെങ്കിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? സ്തോത്രം സംഭവിച്ചോ? സിസ്റ്റർ ഇവിടെ ശ്രദ്ധിക്കുക. എന്താ സംഭവിച്ചേ? ശ്രദ്ധിച്ച് കേക്ക്. നമ്മള് വാക്ക് കൂട്ടുമ്പോ സ്തോത്രം കണ്ടില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത്, അനുഗ്രഹിക്കപ്പെട്ട മരുമകൾ വീട്ടിൽ വന്നപ്പോൾ എന്താ സംഭവിച്ച? ദൂതൻ തെരഞ്ഞെടുത്ത മരുമകൾ വന്നപ്പോൾ തിരുവെഴുത്ത് പറയുന്നു, ആ ഭവനത്തിലെ മരണദുഃഖം മാറിപ്പോയി. ആ ഭവനത്തിലെ മുറിവുകളെ കെട്ടി. അതിന്റെ അർത്ഥം, ദൈവദൂതനാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മരുമക്കളാണ് ഭവനത്തിൽ വരുന്നതെങ്കിൽ ആ ഭവനത്തിലെ മുറിവുകളെ കെട്ടും. ആ ഭവനത്തിലെ മരണദുഃഖം മാറിപ്പോകും. ദൂതനാൽ തെരഞ്ഞെടുക്കപ്പെടാതെ മറ്റു പലതും നോക്കി തെരഞ്ഞെടുപ്പ് കൽപ്പിച്ചാൽ ഭവനത്തിൽ മുറിവുകൾ ഉണ്ടാകും. മരുമക്കൾ കടന്നു വരുമ്പോൾ ഭവനത്തിൽ മുറിവുകൾ ഉണ്ടാകും, മരണദുഃഖം ഉണ്ടാകും. നിങ്ങൾ സൈലന്റ് ആയി. അങ്ങനെ അപ്പൊ കാര്യമുണ്ട്. വല്ല വാസ്തവം നിങ്ങൾ ചിന്തിക്കുന്നത് അതാണ് കാരണം. സ്വന്തം ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, റിബേക്ക ഭവനത്തിൽ കടന്നു വന്നപ്പോൾ ഇസഹാക്കിന്റെ മരണദുഃഖം മാറിപ്പോയി. അവൾ അവളുടെ മുറിവുകളെ കെട്ടി. അതാണ് ദൈവം തെരഞ്ഞെടുത്താൽ, ദൈവത്തിന്റെ ദൂതനാൽ തെരഞ്ഞെടുത്താൽ സംഭവിക്കുന്നതിന്റെ കാര്യം. ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ അതിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നില്ല. 70% വരെയും നമ്മുടെ അടുത്ത രാജ്യങ്ങളിലൊക്കെ വിവാഹമോചനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വത്രം. ഞാൻ അമേരിക്കയിൽ പ്രവേശം പോയിട്ടുണ്ട്, കാനഡ പോയിട്ടുണ്ട്, ഇവിടെ പ്രവേശം കൊണ്ടുവരുന്ന മറ്റു പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അതിന് സ്ഥലമൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ദൈവദൂതനാൽ തെരഞ്ഞെടുക്കപ്പെട്ടതാണെങ്കിൽ അവിടെ മുറിവുകൾ ഉണ്ടാകത്തില്ല. അപ്പോൾ എന്താണ് ഇങ്ങനെ കാരണം? അവൾ ദൈവത്തിനു വേണ്ടി നിന്നപ്പോൾ, അവളുടെ തലമുറയ്ക്ക് വേണ്ടി അഥവാ അവൾക്ക് വേണ്ടി ദൈവദൂതനാൽ അഥവാ ദൈവത്താൽ ഒരു തെരഞ്ഞെടുപ്പ് എന്ത് ചെയ്തു? കൽപ്പിക്കുവാനായിട്ടിടയായി. ഞാൻ പറഞ്ഞൂടെ ക്ലോസ് ചെയ്യാൻ പോവാ. മോളുടെ പേരിന് അബിഗയിൽ, ശിവമൃതന്റെ മോളാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ആലോചനയായി പറയുന്നു, നീ എന്റെ വചനങ്ങളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടന്ന് എന്റെ വചനം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ യഹോവയിൽ തന്നെ രസിപ്പാൻ നീ നിന്നെ തന്നെ സമർപ്പിച്ചാൽ ഊനമില്ലാത്ത തെരഞ്ഞെടുപ്പ് ഞാൻ നിന്റെ ജീവിതത്തിൽ കൽപ്പിക്കും. ഈ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ആലോചനയായി പറയുന്നു, നിനക്ക് വേണ്ടതിനെ നീ എന്റെ പാളയത്തിൽ വിളിച്ചു വരുത്തും. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ഇസ്രായേൽ ജനത്തിന് കടലിൽ നിന്ന് കാടകളെ വിളിച്ചു വരുത്തി, ഏതൊരു ബലഹീനനും അനായാസം പിടിക്കത്തക്കവണ്ണം 3 അടി പറത്തി നിർത്തി എന്നതുപോലെ ഞാൻ നിന്റെ ജീവിതത്തിൽ വരുത്തും. എന്നാൽ എന്റെ വചനം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം പറയുന്നു, ഞാൻ നിന്റെ ഭവനത്തിൽ നിന്റെ മാതാപിതാക്കൾക്ക് അവർക്ക് ആശ്വാസമായി തീരത്തക്കവണ്ണം, അവർ നീ മുഖാന്തരം ആ ഭവനത്തിൽ ആർപ്പിന്റെ അനുഭവം ഉണ്ടാകത്തക്കവണ്ണം, നീ മുഖാന്തരം നിന്റെ മാതാപിതാക്കൾ തലയുയർത്തക്കവണ്ണം ഒരു പ്രവൃത്തി ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുന്നു. നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മേഖലയിൽ ഉന്നതരോട് കൂടെ ഞാൻ നിന്നെ പന്തിയിലിരുത്തുന്ന ദിവസമുണ്ട്. നീ വിശ്വസ്തയോടെ നിന്നാൽ നിന്റെ കാലുകളെ ഞാൻ ഗിരികളിൽ ഉന്നത സ്ഥാനങ്ങളിൽ നിർത്തുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുന്നു. ശിഷ്ടപേരന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ആലോചനയായി പറയുന്നു, എന്റെ സന്നിധിയിൽ നീ വിശ്വസ്തയോടും ഹൃദയപരമാർത്ഥതയോടും നിൽക്കുക.
നിനക്കെതിരെ ഉണ്ടാക്കുന്ന യാതൊരുവിധ ആയുധങ്ങളും ഫലിക്കുകയില്ല. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, നവോമി രൂത്തിനോട് പറഞ്ഞു, മകളെ നീ മിണ്ടാതിരിക്കുക, നിനക്ക് വേണ്ടി ബോവസ് പട്ടണവാതിൽക്കൽ വ്യവഹാരം ചെയ്യും എന്നതുപോലെ ഞാൻ ഈ രാജ്യത്ത് നിനക്ക് വേണ്ടി വ്യവഹാരം ചെയ്യുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുന്നു. അവൾ യേശുവിൻ അഥവാ ബോവസിന്റെ പാദപീഠത്തെങ്കിൽ പുതപ്പിൻ കീഴിൽ രാത്രി ഇലവഴിച്ചവൾക്ക് 3 ഇടങ്ങഴി ജവമളന്ന് പുതപ്പിൽ ബോവസ് നൽകി എന്നതുപോലെ നിന്റെ ജീവിതത്തിൽ ഞാൻ അളന്നു നൽകുന്ന അവകാശങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുന്നു. എന്റെ സന്നിധി വിശ്വസ്തയോടെ നിന്നാൽ ഈ വാഗ്ദത്തങ്ങൾ ഞാൻ നിന്നിൽ നിവർത്തിക്കും. വലിയൊരു പ്രവർത്തിക്കായി പോരിന് നിന്റെ വിരലുകളെയും യുദ്ധത്തിൽ നിന്റെ കൈകളെയും ഞാൻ അഭ്യസിപ്പിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു. എന്താ നിങ്ങളുടെ പേര്? ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം എന്നോട്, ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം എന്നോട് ആലോചന പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തേറിയാൽ ഞാൻ ഉയർത്തും. 2 വിധ വാഗ്ദത്തങ്ങൾ നിന്നിലുണ്ട്. വിടുവിക്കപ്പെടുകയില്ല ചിന്തിക്കുന്ന മേഖലകളിൽ ഞാൻ നിനക്ക് വിടുതലയക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ദൂതായിട്ട് പറയുന്നു. അത് മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഉയർത്തുകയില്ല എന്ന് ശത്രു വാദിക്കുന്ന ഒരു മരത്തിന് പൊങ്ങുവാൻ തടസ്സമായി നിൽക്കുന്ന ഷെയ്ഡുകളെ, ആ നട്ട കൃഷിക്കാരനെ ഷെയ്ഡിനെ മുറിച്ചു മാറ്റി വളരുവാൻ ഇടമൊരുക്കുന്നത് പോലെ നിനക്കെതിരെ നിൽക്കുന്ന ഷെയ്ഡുകളെ ഞാൻ മുറിച്ച് നിനക്ക് വളരുവാൻ ഞാൻ ഇടമൊരുക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ആലോചനയായിട്ട് പറയുന്നു. എന്റെ സന്നിധിയിൽ നീ വിശ്വസ്തയോടെ നിന്നാൽ നിനക്ക് ഒരിക്കലും അർഹതയില്ലാത്തതിന്മേൽ നീ കരം വെക്കുന്ന ദിവസമുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ദൂത് പറയുന്നു. എന്റെ സന്നിധി വിശ്വസ്തയോടെ നിന്നുകൊള്ളുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടുകയും ഭ്രമിച്ചു നോക്കുകയും വേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ആലോചനയായി പറയുന്നു. ഇവിടെ ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് മടങ്ങി നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. തിരുവെടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ഈ രാഹാബ് ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ അവളുടെ ആരെ കുറിച്ച് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു? അവളുടെ മരുമകളെ കുറിച്ച് ദൈവത്തിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഈ രാഹാബ് സഭായോഗത്തിന് എന്നിട്ട് ഏത് പുസ്തകത്തിൽ നിന്നായിരിക്കും വായിച്ചെന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം വായിച്ചിട്ട് ഇരുന്നോളാന്ന് പറയുന്നത്? കണ്ടോ കണ്ടോ? വളരെ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി, മരിമോടെ പുസ്തകത്തിൽ നിന്ന് എന്നെ സന്തോഷിപ്പിച്ച എന്റെ മരിമോടെ പുസ്തകം, രൂത്തിന്റെ പുസ്തകത്തിന്റെ വാക്യം വായിച്ചിട്ട് ഇരുന്നുള്ള. എത്ര അനുഗ്രഹിക്കപ്പെട്ട മരിമോൾ! സ്വത്രം. ദൈവത്തിന് വേണ്ടി രാഘാവ് നിന്നപ്പോൾ അവരുടെ മരുമകൾ എന്ത് ചെയ്തു? അനുഗ്രഹിക്കപ്പെട്ടു. ഈ രാഘാവ് ഒരു സെൻട്രൽ പാസ്റ്റർ ഭാര്യയല്ല, ഒരു ലോക്കൽ പാസ്റ്റർ ഭാര്യയല്ല, ഒരു കൺവെൻഷൻ പ്രാസംഗിയല്ല, ഇവിടെ ലേഖിലേഖ കൊടുത്തിട്ടില്ല, പരസ്യയോഗം നടത്തിയിട്ടില്ല. ഇവിടെ എന്താ എന്നറിയാമോ? ദൈവത്തിന് വേണ്ടി 1-2 മണിക്കൂർ അവളുടെ ആയുസ്സിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കും. ദൂതനെ കൈക്കൊണ്ടു വേറൊരു വഴിയായി പറഞ്ഞു. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ആയുസ്സിൽ ദൈവം നിങ്ങളെ ഒരു ആയുധമായി കാണുന്നത് ഒരുപക്ഷെ ജീവിതകാലം മൊത്തമായിരിക്കുന്നില്ല. ദൈവം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ, ഏതെങ്കിലും ഒരു സമയത്ത് നിന്നെ ഒരു ആയുധമായി ദൈവം ഉപയോഗിക്കും. അങ്ങനെയായിരിക്കും നിന്റെ ആയുസ്സിൽ ദൈവം കണ്ടിട്ടുള്ളൂ. രാഹാബ് ദൈവത്തിന് വേണ്ടി 2 മണിക്കൂർ മാത്രം ദൈവത്തിന് വേണ്ടി ഒരു ആയുധമായി അവൾ വിശ്വസ്തയോടെ നിന്നപ്പോൾ അവളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ദൈവം ഉദ്ധാരണങ്ങൾ ദൈവമായി കൊടുത്തിട്ടു. എന്താ നമ്മുടെ പേര്? ടീന. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്റെ സന്നിധിയിൽ നീ വിശ്വസ്തയോടെ നിന്നാൽ നീ ഒരു വലിയ ജാതിയായി തീരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ദൂത് പറയുന്നു. ഒരു കൃഷിക്കാരൻ താൻ നടുന്ന തയ്യെ പറിച്ച് നനവുള്ള തോട്ടത്തിൽ നടുന്നതുപോലെ ഞാൻ നനവുള്ള തോട്ടത്തിൽ നടും. നീ താഴെ വേരൂന്നി മോളിൽ പടരും. 1 സങ്കീർത്തനം 3 വാക്യം. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്നതുപോലെ നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ സാധ്യമാക്കും. നീ ലക്ഷ്യം വെക്കുന്ന വിഷയങ്ങൾ അസാധ്യമാകുകയില്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുന്നു. നീ വിശ്വസ്തയോടെ നിന്നാൽ സാമർത്ഥ്യമുള്ള ഭാര്യയെ പോലെ നിന്റെ ഭവനത്തെ ഇടുപടികൾ പണിയുവാൻ ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുന്നു. നീ വിശ്വസ്തയോടെ നിന്നുകൊള്ളുക, ഞാൻ നിന്നെ ബലപ്പെടുത്തും. തക്ക സമയത്ത് ഈ വാഗ്ദത്തം ഞാൻ നിന്നിൽ നിവർത്തിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുന്നു. എന്താ പേര്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ആലോചനയായി പറയുന്നു, ഞാൻ എന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകും. നീ എന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. യോസേഫിന് വേണ്ടി ദൈവം അധികാര ഹൃദയങ്ങളിൽ സംസാരിച്ചു. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, അവന്റെ ഹൃദയത്തോട് സംസാരിച്ചത്, പോത്തിപ്പന്റെ ഹൃദയത്തോട് സംസാരിച്ചതിനാണ് യോസേഫിനോട് ദയ കാണിക്കത്തക്കത് എന്നതുപോലെ അധികാരികൾ നിന്നോട് ദയ കാണിക്കത്തക്കവണ്ണം ഞാൻ നിനക്ക് കൃപ നൽകുമെന്ന് ദൈവാത്മാവ് ദൂത പറയുന്നു. എന്റെ ദയ ഞാൻ നിന്നിൽ ദീർഘമാക്കും. ഞാൻ നിന്നോട് കൂടെയുണ്ട്. കൂടാരത്തിന്റെ കുറ്റി, ആലയത്തിന്റെ കുറ്റി എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിന്റെ ഏറ്റവും ചെറിയൊരു ഉപകരണമാണ്. അതധികം ശ്രദ്ധിക്കപ്പെടുന്നതല്ല. മറ്റുള്ളതൊക്കെ വിശുദ്ധമായ വേറെ ഉപകരണങ്ങളുമുണ്ട്. എന്നാൽ കൂടാരത്തിന്റെ കുറ്റി എന്ന് പറയുന്നത് മരുഭൂമിയിൽ അടിക്കാൻ ഉപയോഗിക്കുന്നതാണ്.
ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ആലയത്തിന്റെ തിരശീലകളെ നിവർത്തുവാൻ കുറ്റി മരുഭൂമിയിൽ അടിക്കുന്നത് പോലെ നീ ആലയത്തിൽ പൊടിപടലങ്ങളാൽ അശുദ്ധമാകാതെ ഉപകരണങ്ങളെ സൂക്ഷിപ്പാൻ അത് ഉപയോഗിക്കുന്നത് പോലെ ഞാൻ നിന്നൊരു കുറ്റി പോലെ ഉപയോഗിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുന്നു. അനേകരെ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുവാനും തളർന്ന കൈകളെ ബലപ്പെടുത്തുവാനും അനേകരെ വാക്കുകളാൽ താങ്ങുവാനും ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ കൃപ ഞാൻ നിന്നിൽ പകരും. ലാവണ്യമുള്ള അധരം ഞാൻ നിനക്ക് നൽകും. നീ അനേകരുടെ ഹൃദയങ്ങളിൽ യേശുവിനെ വരയ്ക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ആലോചനയായി പറയുന്നു. നീ രാജ്യത്ത് കടന്നു വന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം പറയുന്നു, നീ കാലടി വെക്കേണ്ടതിന് ഞാൻ നിനക്ക് വിശാലത വരുത്തും. എന്റെ സ്ഥലം നീ വിശ്വസ്തയോടെ നിന്നുകൊള്ളുക. ഞാൻ ഈ വാഗ്ദത്തം നിന്നിൽ നിവർത്തിക്കും. എന്റെ പേര് ദൈവത്തിന്റെ, ഞാൻ പറഞ്ഞ മലയാളം മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ഇപ്രകാരം ആലോചനയായി പറയുന്നു, परमेश्वर की आत्मा आपसे इस प्रकार कहती है, എന്റെ വചനങ്ങളും ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ചു നടന്നാൽ मेरे वचन के अनुसार अगर तुम चलो, ഞാൻ നിന്റെ ജീവിതത്തിൽ അതിശയ വിഷയമാകുമെന്ന് मैं तुम्हारे जीवन में एक बड़ा एक विषय बन जाऊं। ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ആലോചന പറയുന്നു. परमेश्वर की आत्मा आपसे कहती है, ഒരു മനുഷ്യന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ अगर एक मनुष्य के रास्ते में उससे अगर प्रसन्न हो जाए, ദൈവം അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. परमेश्वर उसको स्थिर करता है। എന്നതുപോലെ ഞാൻ നിന്റെ മുൻപിൽ പാത നിരത്തുമെന്ന്. उसी जैसे ही मैं तेरे सामने तेरे रास्तों को जो है सही करूंगा। നീ വിശ്വസ്തയോടെ നിന്നാൽ നിന്റെ ജീവിതത്തിൽ മുറിഞ്ഞുപോയ ബന്ധങ്ങളുണ്ട്. तू अगर विश्वस्तता के साथ रहे तो तेरे जीवन में जो टूट गए बंधन അത് വീണ്ടും യഥാസ്ഥാനപ്പെട്ടു വരുമെന്ന് ദൈവാത്മാവ് ആലോചന वो പറയുന്നു. वापस जुड़ जाएंगे, ऐसी परमेश्वर की आत्मा कह रही है। എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. जो मेरी आदर करता है उसका मैं आदर करूंगा। അത് രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട്. वो रहस्य में नहीं, वो सबके सामने होगा। ശത്രുക്കൾ കാണുക ഞാൻ നിനക്ക് വിരുന്നൊരുക്കും. और तेरे शत्रु देखेंगे, तेरे सामने मैं मेज അത് रखूंगा। എന്തിനു വേണ്ടി ചോദിച്ചാൽ നിന്ദിക്കുന്നവരും പകയ്ക്കുന്നവരും കണ്ട് ലജ്ജിക്കത്തക്കവണ്ണം. वो क्यों? ताकि जो तेरी निंदा करते हैं, तेरी लज्जा करते हैं, तेरी खिल्ली उड़ाते हैं, उनके सामने तेरे आदर करने के लिए। ഞാൻ നിനക്ക് നന്മയ്ക്ക് അടയാളം നൽകി മാനിക്കുമെന്ന്. और मैं तुझे आदर करूं, इसके लिए मैं तुझे चिन्ह दूंगा। ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ആലോചന പറയുന്നു. परमेश्वर की आत्मा तुमसे कहती है, അത് ആണ്ടുകൾ കഴിയുന്നതിന് മുൻപ് ഞാൻ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. और वो समय समाप्ति होने से पहले तुम्हारे जीवन में हो। നീ അത് വിശ്വസ്തയോടെ നിന്നാൽ ക്ഷണത്തിലല്ലോ കാര്യം സാധിച്ചത്. और तुम विश्वास के साथ रहोगे तो वो क्षण भर में पूरा होगा। എന്നതുപോലെ ക്ഷണത്തിൽ സംഭവിക്കുന്ന വാഗ്ദത്ത നിവൃത്തി നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്. वैसे ही क्षण भर में जो है तुम्हारे जीवन में पूरा होने के लिए ദൈവത്തിന്റെ ആത്മാവ് മോനോട് ആലോചനയായി പറയുന്നു, എന്റെ സന്നിധി വിശ്വസ്തയോടെ നിന്നുകൊള്ളുക.